ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. എങ്കിലും ഒരു 3 പ്രാവശ്യം ത്രിത്വത്തിന്റെ നാമത്തിൽ ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ആമേൻ ആമേൻ ആമേൻ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഒത്തിരി സന്തോഷമുണ്ട്. വീണ്ടും ഈ ആരാധന ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് കാണിച്ച കാരുണ്യത്തിന് ഞങ്ങൾ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ 40 ദിനരാത്രങ്ങളിൽ ഇവിടെ നടത്തപ്പെടുന്ന ഈ ആരാധന സ്വർഗം വളരെ സന്തോഷത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളും സ്തുതികളും ആരാധനകളും കർത്താവിൻ്റെ ഹൃദയത്തെ ഒത്തിരിയേറെ ആനന്ദിപ്പിക്കുന്നുണ്ട്. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പൗലോസ്ലീഹ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ ലിദിയായുടെ ഹൃദയം കർത്താവ് തുറന്നതുപോലെ നമ്മുടെ ഹൃദയങ്ങൾ വചനത്തിനായി തുറക്കപ്പെടുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ തിരുമുൻപിലായിരിക്കാം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. തിരുക്കരത്താൽ വഹിച്ചുവെന്നെ തിരുഹിതം നടത്തണമേ. തിരുക്കരത്താൽ വഹിച്ചുവെന്നെ തിരുഹിതം നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയ. ഒന്ന് ആഗ്രഹത്തോടെ പാടിക്കേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. ൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. അമേ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചുവെന്നെ തിരുഹിതം നടത്തണമേ. തിരുക്കരത്താൽ വഹിച്ചുവെന്നെ തിരുഹിതം നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. അനുദിനം നീ പണിയണമേ. അനുദിനം നീ പണിയണമേ. കർത്താവിൻ്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിൻ്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിൻ്റെ വചനമേ
ഞങ്ങളോട് സംസാരിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ആമേൻ. ആമേൻ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഈ കൃപയുടെ ഈ മണിക്കൂറുകളിൽ നമ്മോട് സംസാരിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു തിരുവചന സന്ദേശമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവജനത്തിൻ്റെ വളരെ ശ്രേഷ്ഠമായ ഒരു ദൗത്യത്തെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയുമാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹങ്ങളും നമ്മുടെ സഭയും നമ്മുടെ ഈ ലോകം മുഴുവൻ കടന്നു പോകുന്നത്. ഒത്തിരിയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒത്തിരി പ്രതിസന്ധികളുണ്ട്. പല വിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ, സംശയങ്ങൾ, തെറ്റിദ്ധാരണകൾ, നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് കുടുംബത്തിൽ കലഹം, പരസ്പരം പറയുന്ന ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഒന്നിച്ചിരുന്ന് ആത്മനിറവോടെ കുടുംബമായി പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കാൻ പറ്റുന്നില്ല എന്നു വേണ്ട കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതിസന്ധിയിലാണ്. നമ്മുടെ സമൂഹത്തിലും ഒത്തിരിയേറെ പ്രതിസന്ധികൾ നമുക്കിന്ന് കാണാൻ പറ്റും. നമ്മുടെ സഭയിലും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിലുണ്ട്. ഇപ്രകാരം പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മിൽ നിന്ന് എന്താണ് കർത്താവ് ആവശ്യപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതുപോലെ തന്നെ കർത്താവിനുമുണ്ട് ചില ആവശ്യങ്ങൾ. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ മക്കള് അവർക്ക് നല്ല ഭാവി ഉണ്ടാകണം. അവർ പഠനത്തിൽ ഉന്നതി പ്രാപിക്കണം. അവർക്ക് നല്ല ജോലി കിട്ടണം. അവർ കുടുംബത്തിന് സഭയ്ക്കും അനുഗ്രഹമായിട്ട് മാറണം. അവർ വിശ്വാസത്തിൽ വളരണം. അവർക്ക് ദൈവരാജ്യത്തിൻ്റെ ചില ദർശനങ്ങളും അനുഭവങ്ങളൊക്കെ ഉണ്ടാകണം. പേരൻസ് അനേകർ ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബത്തിൽ സമാധാനം വേണം, കുടുംബത്തിൽ സന്തോഷം വേണം, നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകണം. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങളും സ്വപ്നങ്ങളൊക്കെ നമുക്കുള്ളതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഏക രക്ഷിതാവായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമ്മുടെ നിത്യജീവനായ, ഈ തലമുറയിൽ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തവനായ നമ്മുടെ കർത്താവായ ഈശോയ്ക്കുമുണ്ട് ചില ആവശ്യങ്ങളും ആഗ്രഹങ്ങളും. ഈ കാലഘട്ടത്തിലെ ദൈവജനം എപ്രകാരം ജീവിക്കണം, നമ്മിൽ നിന്ന് എന്താണ് യഥാർത്ഥത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ജനം കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. 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 കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്നവരാണ് കർത്താവിൻ്റെ ജനം. നമ്മൾ പേര് കൊണ്ട് ദൈവജനം മാത്രമായാൽ പോരാ. കർത്താവിൻ്റെ ജനം കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്നവരാണ്. എൻ്റെ സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പൗലോസ് ശ്ലീഹ പറയുന്നത്? റോമാക്കാർക്ക് ലേഖനം 13-ാം അധ്യായം 11-ാം വചനത്തിൽ പൗലോസ് ശ്ലീഹ സഭയെ പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ശ്രദ്ധിക്കണമേ. അപ്പോസ്തലനായ പൗലോസ് തിരുസഭയോട് പറയുകയാണ്, നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളായിരിക്കുന്ന ഈ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മളായിരിക്കുന്ന ഈ നാളുകളുടെ പ്രത്യേകത എന്താ പ്രിയപ്പെട്ടവരെ? നമുക്കറിയാം, ഒരു ഭാഗത്ത് ഉഗ്രമായ മതപീഡനം, മറുഭാഗത്ത് പാപത്തിന്റെ അതിപ്രസരങ്ങൾ, മറ്റൊരു ഭാഗത്ത് വിശ്വാസത്യാഗം, വിശ്വാസരാഹിത്യം. ഇന്ന് കേരള കത്തോലിക്ക സഭ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് വിശ്വാസത്യാഗം, അപ്പോസ്റ്റസി. നമ്മുടെ അനേകം യുവമക്കൾക്ക്, നമ്മുടെ അനേക യുവജനങ്ങൾക്ക് സഭയുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേക യുവജനങ്ങള് സത്യവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു. പരിശുദ്ധ കുദാശകൾ വേണ്ട, പരിശുദ്ധ സഭ വേണ്ട, പരിശുദ്ധ വചനങ്ങൾ വേണ്ട. പലരും ഫ്രീ തിങ്കേഴ്സായി
എത്തീസ്റ്റുകളായി, നിരീശ്വരവാദികളായി, ദൈവനിഷേധികളായി മാറുന്ന കാഴ്ചകൾ വളരെ വേദനയോടെയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നത്. അനേകം ക്രൈസ്തവ യുവജനങ്ങൾ വിശ്വാസത്യാഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ ഇന്ന് തകർച്ചയിലാണ്. അനേകം കുടുംബങ്ങൾ ഡിവോഴ്സുകൾ നടക്കുന്നു. കുടുംബ തകർച്ച, ബന്ധങ്ങളിലെ വിള്ളലുകൾ ഇന്ന് ഒരുപാട് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ, നമുക്കറിയാം പ്രകൃതിക്ഷോഭങ്ങൾ, കലാമിറ്റീസ്, ഭൂകമ്പങ്ങൾ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, നമ്മൾ മഹാമാരികൾ, പകർച്ചവ്യാധികൾ, ഇങ്ങനെ ഇന്ന് ലോകം വളരെ പ്രശ്ന സങ്കീർണമാണ്. വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതൊരു ദേശത്തോ ഒരു രാജ്യത്തോ മാത്രം വിഷയമല്ല. ലോകവ്യാപകമായി യുദ്ധഭീഷണികള്, യുദ്ധക്കെടുതികള്, ഇതൊക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വചനം പറയുക, പ്രിയ ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും ജീവിക്കേണ്ടതും ഈ കാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് വേണമെന്ന് ദൈവജനത്തെ പൗലോസ്ലീഹ ഉദ്ബോധിപ്പിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഓരോ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും നമ്മുടെ കർത്താവായ ഈശോ പറഞ്ഞു. എന്താണ് കർത്താവ് പഠിപ്പിച്ചത്? ശ്രദ്ധിച്ചിരിക്കണമേ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 3-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, രാവിലെ നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളും ഉണ്ടാകും. ഇന്ന് കാറ്റും കോളൊക്കെ ഉണ്ടാകും, അല്ലേ? അതെ, കർത്താവ് പറയാണ്, നിങ്ങൾ ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ, പ്രകൃതിയുടെ മാറ്റങ്ങൾ, ഈ ലോകത്തിന്റെ ചേഞ്ചസ്, ഈ ലോകത്തിന്റെ മാറ്റങ്ങൾ, പൊളിറ്റിക്കൽ മണ്ഡലത്തിൽ, സാമൂഹ്യ മണ്ഡലത്തിൽ, സാമ്പത്തിക മണ്ഡലത്തിൽ ഒക്കെ വരുന്ന ചേഞ്ചസ് നിങ്ങൾ അറിയുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്ഡേറ്റായി പത്രമാധ്യമങ്ങളിലൂടെ, ടെലിവിഷനിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ അറിയുന്നുണ്ട്. എന്നാൽ കർത്താവ് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നില്ല? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്നും കൂടെ അങ്ങ് പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുക, എന്റെ ജനമേ, എന്തുകൊണ്ട് നിങ്ങൾ കാലത്തെ വ്യാഖ്യാനിക്കുന്നില്ല? കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുന്നില്ല? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിത് മനസ്സിലാക്കണം. നമ്മളായിരിക്കുന്ന ഈ ഒരു കാലം വളരെ പ്രശ്ന സങ്കീർണമായ, കലുഷിതമായ, ഒരുപാട് അസ്വസ്ഥതകളും തിന്മകളും നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വെളിപാട് 12:12 കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. എന്താ വെളിപാട് 12:12 കാലഘട്ടം? ചുരുങ്ങിയ സമയമേ അവശേഷിക്കുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആരുടെ അടുത്തേക്ക്? പറ, നിങ്ങളുടെ അടുത്ത്. ആരെയും നിങ്ങള്? ഉറക്കെ പറ, വാ തുറന്ന് പറ, ആരെയും നിങ്ങള്? അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക്. എന്താ കാര്യം? ചുരുങ്ങിയ സമയമേ. ടൈം ഈസ് ഷോർട്ട്. ശ്രദ്ധിക്കണം, ഇനി നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ സമയം, ഷോർട്ട് ടൈം. ഇത് നമ്മേക്കാൾ അധികം പിശാചിനറിയാം. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ, സത്യവിശ്വാസത്തെ തകർക്കുവാൻ, സഭയെ തളർത്തിക്കളയാൻ, സ്നേഹരാഹിത്യം വിതയ്ക്കാൻ, പാപത്തിന്റെ കളകൾ വിതയ്ക്കാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ തന്ത്രപൂർവം ദൈവജനത്തിനിടയിലേക്ക് ആര് വന്നിരിക്കുകയാണ്? അതിൻ്റെ ഈ പരിണത ഫലങ്ങളാണ് നമ്മൾ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പോരാ, ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. 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 നമ്മൾ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? എന്താ നമ്മുടെ ഉത്തരവാദിത്തം? ഇതൊക്കെ കണ്ട് ദൈവമേ ഇങ്ങനെയൊക്കെയാണല്ലോ, ഇങ്ങനെയൊക്കെ ആയല്ലോ എന്നും പറഞ്ഞ് നെടുവീർപ്പിട്ട് നമ്മളിങ്ങനെ സഹതപിച്ച് വേദനിച്ചിരിക്കാനാണോ കർത്താവ് പറയുന്നത്? അതാണോ? എന്താ നമ്മുടെ ഉത്തരവാദിത്തം? നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്താ പ്രിയപ്പെട്ടവരെ? നമ്മളിത് മനസ്സിലാക്കണം. നമുക്ക് പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും
വിമർശനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താണ്? അതാണ് പ്രാർത്ഥനയും ദൈവാരാധനയും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞേ പ്രാർത്ഥനയും ദൈവാരാധനയും പറഞ്ഞേ. പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ദൈവജനം എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥനയിലേക്കും ദൈവാരാധനയിലേക്കും മടങ്ങി വരണം, തിരിച്ചു വരണമെന്ന് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ജോയേൽ പ്രവചനം 2-ാം അധ്യായം 12-ാം വചനത്തിൽ കർത്താവിന്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. ജോയേൽ പ്രവചനം 2:12 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? കർത്താവ് പറയാ, എന്താ കർത്താവ് പറയുന്നത്? ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും. ശ്രദ്ധിച്ച് നിർത്തി ആ വചനം നമുക്ക് കേൾക്കാം. എന്താണ് ഇപ്പോഴെങ്കിലും? ഇത്രമാത്രം പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ, വേദനകൾ നിറഞ്ഞ ഈ ഒരു സമയത്തെങ്കിലും എന്റെ ജനമേ, കർത്താവ് അതാ പറയുന്നത്. നമ്മൾ ഈ ലോകത്തിന്റെ സുഖലോലുപതി ഇനി ജീവിക്കേണ്ടവരല്ല. ഈ ലോകത്തിന്റെ ഇമ്പങ്ങളും നിറങ്ങളും കണ്ട് ജീവിക്കേണ്ടവരല്ല. ലൗകികരും ജഡീകരുമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല ദൈവത്തിന്റെ ജനം. ദൈവജനം ആത്മീയരാണ്. അവർ ആത്മീയമായി ജീവിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് പറയാ, ഇത്രയും പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോഴെങ്കിലും, നമ്മൾ പറയില്ല ഇപ്പോഴെങ്കിലും, നമ്മൾ സാധാരണ പറയില്ല മക്കളെ ഇനിയെങ്കിലും നിങ്ങൾ ശരിക്കും പഠിക്കണം മോനെ, അല്ല ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് നന്നാവാൻ നോക്ക് എന്ന് നമ്മൾ പറയാറില്ലേ? അപ്പൊ പറയാറുണ്ടല്ലോ, നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ കർത്താവ് നമ്മളോട് പറയാ, ഇനിയെങ്കിലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടു, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടു, ഇത്രയും പ്രതിസന്ധികളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു. ഇനിയെങ്കിലും അലസരാകാതെ, അനാസ്ഥ കാണിക്കാതെ, അശ്രദ്ധ കാണിക്കാതെ നിങ്ങൾ ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ. അതെ, ഇതൊക്കെ പ്രാർത്ഥനയാ. വിലാപത്തോടെ, കണ്ണുനീരോടെ, പ്രാർത്ഥനയുടെ നെടുവീർപ്പോടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് തിരിച്ചു വരും. എന്റെ അരികിലേക്ക് തിരിച്ചു വരുവീൻ. കരമടിച്ച കർത്താവിന് മാത്രം കൊടുത്തേ. പോരാ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അരികിലേക്ക് തിരിച്ചു വരിക. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രതിസന്ധികളെ പ്രാർത്ഥനയാക്കി, ആരാധനയാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വിളിയും അഭിഷേകവും ഈ നാളുകളിൽ പ്രതിസന്ധികളെ പ്രാർത്ഥനയാക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറഞ്ഞ ഹല്ലേലൂയ. കുടുംബത്തിലുള്ള പ്രതിസന്ധികൾ എന്താക്കി മാറ്റണം? ഉറക്കെ പറഞ്ഞേ. പ്രാർത്ഥനയാക്കി മാറ്റണം, അത് ആരാധനയാക്കി മാറ്റണം. സഭയിലുള്ള പ്രതിസന്ധികളെ എന്താക്കി മാറ്റണം? അത് പ്രാർത്ഥനയാക്കണം. അവിടെ ഡെലിവറൻസ്, അവിടെ കർത്താവിന്റെ ശക്തി ഇറങ്ങും. ആ പ്രതിസന്ധിയിലേക്ക് ദൈവശക്തി ഇറങ്ങും. പ്രതിബന്ധത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കും. സഹോദരങ്ങളെ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ഇത് സംഭവിക്കണമെങ്കിൽ ദൈവജനം മുട്ടുകുത്തി കണ്ണുനീരോടെ ത്യാഗമെടുത്ത് സഹിച്ചു പ്രാർത്ഥിക്കാൻ ഈ കാലഘട്ടത്തിലെ ദൈവത്തിന്റെ ജനം തയ്യാറാകണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പാടുന്നത്, പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. പറഞ്ഞേ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. അതുകൊണ്ട് നമുക്ക് എല്ലാ കാലഘട്ടത്തിലും സഭയ്ക്കുള്ള വലിയ റോൾ മോഡലാണ് ആദിമസഭ, ഏർലിയർ ചർച്ച്. ആദിമസഭ ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ ഹൈ വോൾട്ടേജിന്റെ സഭയായിരുന്നു. ഹല്ലേലൂയ. എന്താ അതിന്റെ കാരണം? എൻ്റെ സഹോദരങ്ങളെ, ആദിമസഭ
പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. ആദിമസഭ ആരാധിക്കുന്ന സഭയായിരുന്നു. ആദിമസഭ സ്നേഹിച്ച സഭയായിരുന്നു. ആദിമസഭ പങ്കുവെച്ച സഭയായിരുന്നു. ആദിമസഭ കർത്താവിനെ അനുസരിച്ച് മുന്നോട്ട് പോയ സഭയായിരുന്നു. പ്രതിസന്ധികളെല്ലാം ഒത്തിരി ആദിമസഭയ്ക്കുണ്ടായി. എന്തുമാത്രം പ്രതിസന്ധികൾ ഉണ്ടായി. പക്ഷേ ഈ പ്രതിസന്ധികളിൽ എന്താണ് ദൈവജനം ചെയ്തത് നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ എന്തുമാത്രം പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നമ്മൾ ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ചുമ്മാ പറയുന്നതാ. ഉള്ളിലേക്ക് കയറി വരുമ്പോഴാ എന്തുമാത്രം ഒരു സോറി പറഞ്ഞ് തീരുന്ന വിഷയമാണ് കുടുംബത്തിൽ മുഴുവൻ കലഹമായിട്ട് മാറുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനത്തിലോട്ട് വരിക. ദൈവത്തിന്റെ വചനം പറയാണ്. അപ്പോസ്തല പ്രവർത്തനം 4:1 എന്താ പരിശുദ്ധ വചനം പറയുന്നത്? പെട്ടെന്ന് വായിക്കാം. അവൻ ജനത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സദുക്കായരും അവർക്കെതിരെ ചെന്നു. അവർക്കെതിരെ ചെല്ലുകയാണ്. അവർക്കെതിരെ ചെന്നുകൊണ്ട് ഇപ്രകാരം പറയുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ നമുക്ക് ആ വചനത്തിലോട്ട് വരാം. എന്താണ് അവർ അപ്പോസ്തലന്മാരോട് പറഞ്ഞത്? അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം നമുക്ക് 18-ാമത്തെ തിരുവചനം വായിക്കാം. അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണമേ. ഫരീസയ പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അപ്പോസ്തലന്മാരുടെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇനി യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുത്. പഠിപ്പിക്കുകയരുത്. പിന്നെ കഴിഞ്ഞില്ലേ? പിന്നെ എന്താണ് സഭ? സഭയുടെ നിലനിൽപ്പ് യേശു ക്രിസ്തുവാണ് മൂലക്കല്ലിലാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. പറഞ്ഞേ, ഹല്ലേലൂയ. ഫരീസയരും ജനപ്രമാണികളും നിയമജ്ഞനും ഉപദേശിക്കുകയാണ്, ഈശോയുടെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുത്. നമുക്കറിയാം, നമ്മുടെ എല്ലാ ശുശ്രൂഷകളും ആരുടെ നാമത്തിലാണ്? ഈശോയുടെ നാമത്തിലാണ്, ത്രിത്വത്തിന്റെ നാമത്തിലാണ്. ആ നാമം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ വല്ലതുണ്ടോ? അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ആദിമസഭ വലിയൊരു ക്രൈസിസിൽ വരും, വലിയ പ്രതിസന്ധിയിലോട്ട് വരികയാണ്. ഇവിടെ 21-ാമത്തെ വചനം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, അവിടെ എന്താ പറയുന്നത്? 21-ാമത്തെ വചനം. അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. 23-24 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പ്രതിസന്ധിയുടെ നടുവിൽ വലിയ പ്രതിസന്ധിയാണ്, കൊടിയ തകർച്ചയിലൂടെയാണ് ഇത് ആദിമസഭ പോകുന്നത്. വലിയ പ്രതിസന്ധി മുമ്പിൽ നിൽക്കുക. യേശുവിന്റെ നാമത്തിൽ പഠിപ്പിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ സംസാരിക്കാൻ പോലും പാടില്ല. അവരെ ബാൻ ചെയ്യുകയാണ്, അവരെ നിരോധിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ പ്രതിസന്ധിയിൽ നമ്മൾ മനസ്സിലാക്കണം, സഭ എന്താണ് ചെയ്തത്? ദൈവജനം എന്താണ് ചെയ്തത്? അവരെന്ത് ചെയ്തു? വചനം പഠിപ്പിക്കുകയാണ്. 23-24 വചനങ്ങളിലോട്ട് വരുമ്പോൾ, മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. ഈ വിവരങ്ങൾ അറിയിച്ചപ്പോൾ കർത്താവിന്റെ ജനം എന്താ ചെയ്തത്? ഇത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു. ഉച്ചത്തിൽ അവർ നിലവിളിക്കുകയാണ്. അവർ കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. ഈ സമയത്ത് എന്താ സംഭവിച്ചത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥനയാകുന്ന ദൈവശക്തിയെ തകർക്കുവാനോ തടയുവാനോ ഇന്നോളം പിശാച് മറ്റൊരു ആയുധം കണ്ടുപിടിച്ചിട്ടില്ല, ഇനി കണ്ടുപിടിക്കാനും പോകുന്നില്ല. അത്രയും ശക്തിയാണ് പ്രാർത്ഥനയ്ക്ക്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഓരോ ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. നമ്മളിത് ഈ സത്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇവരോട് ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാ. പ്രശ്നം മാറാനല്ല പ്രാർത്ഥിച്ചത്. കർത്താവേ, ഈ പ്രതിസന്ധിയിൽ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ.
ഈ പ്രതിസന്ധിക്ക് ഉത്തരം തരണമേ, ഈ പ്രതിസന്ധിയിൽ നിന്റെ ശക്തി ഞങ്ങളിലേക്ക് പകരണമേ. അവർ ആഗ്രഹത്തോടെ ഒരു മനസ്സോടെ ഒന്നിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഇത് തന്നെയാണ് ഇന്നും സംഭവിക്കുന്നത്. അത് കുടുംബങ്ങളാകട്ടെ, സമൂഹങ്ങളാകട്ടെ, കൂട്ടായ്മകളാകട്ടെ, ഈ 40 ദിനരാത്രങ്ങൾ നമ്മൾ ഒന്നിച്ചിവിടെ വന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ച് കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ ആത്മാവിൽ പറയട്ടെ, അതിന്റെ വലിയ ഒരു റിസൾട്ട് ഈ ദിനങ്ങളിൽ, വരും ദിനങ്ങളിൽ സ്വർഗം നമ്മുടെ മധ്യേ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എന്റെ സഹോദരങ്ങളെ, നിങ്ങളെ ഒന്ന് ഇമോഷണലായി, വൈകാരികമായി നിങ്ങളെ ഒന്ന് ഇക്കിളിപ്പെടുത്താൻ പറയുന്നതല്ല. ഇത് കർത്താവിന്റെ മനസ്സാ, ഇത് കർത്താവിന്റെ ആലോചനയാ. ആമേൻ. ഈ 40 ദിനരാത്രങ്ങൾ വളരെ വളരെ ജാഗ്രതയോടെയാണ് സ്വർഗം ഈ ശുശ്രൂഷയെ നോക്കി കാണുന്നത്. ഇതിന്റെ പുറകിൽ ഒരു ത്യാഗമുണ്ട്, ഇതിന്റെ പുറകിൽ സഹനമുണ്ട്, ഇതിന്റെ പുറകിൽ കഷ്ടപ്പാടുണ്ട്, ഇതിന്റെ പുറകിൽ നഷ്ടങ്ങളുണ്ട്. സഹോദരങ്ങളെ, അതാണ് ദൈവജനത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. 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 ഇപ്പൊ നിങ്ങൾ ഇവര് ചിന്തിക്കുകയാണ്, ആ ശരി ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചിന്തിച്ച് ഇവര് വലിയ മെമ്മോറണ്ടൊക്കെ തയ്യാറാക്കി, ഇതൊക്കെ വേണം, ഒരു ഭാഗത്ത് ഇതൊക്കെ നടക്കണം. പക്ഷെ അത് മാത്രം പോരാ, അത് ഈ പറഞ്ഞു വരണേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രതിഷേധ റാലികളും അതുപോലെ തന്നെ വിമർശനങ്ങളും അതുപോലെ തന്നെ പ്രതിരോധങ്ങളും ഇതൊക്കെ നമുക്ക് വേണം. പക്ഷേ അതിനോടൊപ്പം ഈ മുട്ടുകുത്തി കൈവിരിച്ചുള്ള പ്രാർത്ഥന മറക്കരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല? ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ കരമടിച്ച് ചോദിക്കുന്നു, പാത്രം കൊടുത്തേ, നല്ലൊരു കടി കൊടുത്തേ. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, ആദിമ സഭയിലെ ദൈവജനം അവർ പരിശുദ്ധാത്മ ശക്തി അനുഭവിച്ചവരാ. പരിശുദ്ധാത്മ ശക്തി അനുഭവിച്ചവരാ. അവർ പ്രാർത്ഥനയുടെ ശക്തി ദിനം പ്രതി അനുഭവിച്ച് ജീവിതത്തിൽ സ്വന്തമാക്കിയവരാ. എന്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് അവർ മുട്ടുമടക്കി ആ പ്രതിസന്ധിയുടെ മുമ്പിൽ, കർത്താവേ വാട്ട് ഷാൽ വി ഡു, കർത്താവേ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രതിസന്ധി ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ കൊടിയ ദുരിതത്തിൽ കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യണം? അവരൊന്നിച്ചൊറ്റക്കെട്ടായി ഒരു മനസ്സോടെ അവർ കരമുയർത്തി നിലവിളിച്ചപ്പോൾ, ഞാൻ പറയട്ടെ, അവിടെയാണ് കർത്താവിന്റെ ശക്തി ഇറങ്ങുന്നത്. അവിടെ ദൈവശക്തി ഇറങ്ങുന്നത്. 31-ാം വചനം പഠിപ്പിക്കുക. ഒന്ന് വായിച്ച്, പെട്ടെന്ന് വായിച്ച്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. ശ്രദ്ധിക്ക്. അവര് പ്രാർത്ഥിച്ചത് സ്ഥലം കുലുങ്ങാനായിരുന്നു? ആണോ? സ്ഥലം കുലുങ്ങാനാണോ പ്രാർത്ഥിച്ചത്? പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എന്തുണ്ടായി? ആ സ്ഥലം കുലുങ്ങി. എന്താ അതിന്റെ അർത്ഥം? മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം എന്താ? പ്രിയപ്പെട്ടവരെ, കർത്താവ് സ്ഥിരീകരിക്കുക. നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാന്നറിയോ? കർത്താവ് എത്ര നല്ലവനാ! നമ്മുടെ കർത്താവ് എത്രയോ കാരുണ്യവാനാ! അവന്റെ സ്നേഹം എത്ര ഉന്നതമാ! നമ്മൾ എത്രയോ ബ്ലെസ്സഡ് ആണ് പ്രിയപ്പെട്ടവരെ! അവന്റെ ജനമായി ഇരിക്കുവാൻ നമുക്ക് ഭാഗ്യം കിട്ടിയില്ലേ? നാളെ അവന്റെ രാജ്യത്വ തിരുനാളാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പറഞ്ഞേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഇങ്ങനൊരു കർത്താവിന്റെ ജനമായി ജീവിക്കാനും ജനിക്കാനും നമുക്ക് എങ്കിൽ നല്ലൊരു തീപ്പൊരി കൈഡി കൊടുത്ത കർത്താവിന് നല്ലൊരു കൈഡി കൊടുക്കുന്നേ. സ്തുതിക്കുന്നു. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതിയെന്നും അവന്. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അതിനർത്ഥം എന്താണെന്നറിയോ? കർത്താവ് ബലപ്പെടുത്തുകയാ. ഈ പ്രതിസന്ധിയിലെ, ഈ വേദനയിലെ, നിങ്ങൾ അനുഭവിക്കുന്ന
ഈ പ്രതിബന്ധത്തില് നിങ്ങൾ ഒറ്റയ്ക്കല്ല, സർവശക്തനും സർവാധിപനും ഈ സൃഷ്ട പ്രപഞ്ചത്തിന്റെ അതിനാഥനുമായ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. തന്റെ സാന്നിധ്യം പകർന്ന് കർത്താവ് അവരെ സ്ഥിരീകരിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട്. ഈ ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയാലുണ്ടല്ലോ, നമ്മുടെ ബലമുണ്ടല്ലോ, ബലം കാട്ടുപോത്തിൻ്റെക്കാൾ ബലം. പിന്നെ നമുക്ക് ഈ ഉറപ്പ് കിട്ടണമെങ്കിൽ മുട്ടുകുത്തി കൈവിരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതിന് വേറെ ഒരു ഷോർട്ട് കട്ടും വേറെ ഒരു കുറുക്കു വഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത്തെ റിസൾട്ട് അതാണ്. കർത്താവ് അവരെ ബലപ്പെടുത്തി, തന്റെ സാന്നിധ്യം അയച്ച് അവരെ സ്ഥിരീകരിച്ചു. കർത്താവ് കൺഫേം ചെയ്യാണ്, ഞാൻ കൂടെയുണ്ട്. ഐ ആം വിത്ത് യു. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഈ പ്രശ്നത്തിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചിലർക്കുള്ള പ്രൊഫറ്റിക് മെസ്സേജ് ആണിത്. ചിലർ അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് കുടുംബത്തെക്കുറിച്ചുള്ള ഭാരങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, മറ്റു പല പ്രതിസന്ധികളെ കുറിച്ചുള്ള ഭാരങ്ങളുമായി കടന്നു വന്നിരിക്കുന്ന ചില ജീവിതങ്ങളെ ഈ സമൂഹത്തിൽ കർത്താവ് കാണുന്നുണ്ട്. എൻ്റെ സഹോദര സഹോദരി, അപ്രകാരമുള്ള ദൈവമക്കൾക്ക് സ്വർഗം തരുന്ന പ്രവചന ദൂതാണിത്. നീ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട്. ഈ പ്രതിസന്ധിയിൽ, നിന്റെ സഹനത്തിൽ, നിന്റെ കണ്ണുനീരിൽ, നിന്റെ കഷ്ടപ്പാടിൽ, നിന്റെ ഒറ്റപ്പെടൽ, മോനെ നിനക്കുള്ള ദൂത ഇത് നീ ഏറ്റെടുത്തു. സ്തുതിക്കുന്നു. കർത്താവ് നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുക, അവഗണിക്കുകയില്ല. ഹീബ്രു 13:5 കർത്താവ് നിന്നെ മുദ്ര വെക്കുകയാണ്. മനം കലങ്ങി, മനസ്സ് തകർന്ന് ഓൺലൈനിലൂടെ ശുശ്രൂഷ കാണുന്ന, വിവിധ ദേശങ്ങളിൽ, രാജ്യങ്ങളിലേക്ക് കാണുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്കുമുള്ള മെസ്സേജാണിത്. മനസ്സ് കലങ്ങി ഭാരപ്പെട്ട് എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതെന്തൊരു സഹനമാണ്, ഇതെന്തൊരു വേദനയാണെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ സംസാരിക്കുകയാ. നീ ഒറ്റയ്ക്കല്ല, ഞാൻ കൂടെയുണ്ട്. ആരാ കൂടെയുള്ളത്? സർവശക്തനായ ദൈവം. നമ്മൾ ഇന്നും കൂടി വിളിച്ച് പ്രാർത്ഥിച്ചതാ പരിശുദ്ധ കുർബാനയിൽ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമ്മൾ കർത്താവിനെ എന്തോന്നാ വിളിക്കുന്നത്? സഭ എന്താ വിളിക്കുന്നത്? സർവാധിപന കർത്താവേ. സഭ എന്താ കർത്താവിനെ വിളിക്കുന്നത്? ഒന്നും കൂടി വിളിച്ചേ അത്. സർവാധിപന കർത്താവേ. സഹോദരങ്ങളെ, കർത്താവ് തരുന്ന ഈ ഉറപ്പുണ്ടല്ലോ, നമുക്ക് എന്തൊരു ആശ്വാസമാണ്, എന്തൊരു പ്രത്യാശയാണ്. രണ്ടാമത് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ദൈവത്തിന്റെ വചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ധൈര്യപൂർവ്വം പ്രസംഗിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, നമ്മളിത് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവരെ ബലപ്പെടുത്തുകയാണ്, അവരെ ശക്തീകരിക്കുകയാണ്, അവരെ എംപവർ ചെയ്യുകയാണ്. എപ്പോഴത് സംഭവിച്ചത്? അവർ ഒന്നിച്ചു പ്രാർത്ഥിച്ചപ്പോഴാണ്, അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ്. അപ്പോൾ ഒന്നിച്ചുള്ള പ്രാർത്ഥനയ്ക്ക്, ഒന്നിച്ചുള്ള ആരാധനയ്ക്ക്, ഒന്നിച്ചുള്ള ദൈവസ്തുതികൾക്ക് വലിയ ശക്തിയും വലിയ പ്രാധാന്യവുമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു തിരുവചന ഭാഗം ജോഷുവയുടെ പ്രവചന പുസ്തകത്തിലുണ്ട്. പ്രവാചകനായ ജോഷുവ കർത്താവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം, അവിടെ 8-ഉം 9-ഉം വചനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവ്വം ഒന്ന് വായിക്കാം. കർത്താവേ,
ഇസ്രായേൽക്കാർ ശത്രുക്കളോട് തോറ്റു പിൻവാങ്ങിയ ഇസ്രായേൽക്കാർ ശത്രുക്കളോട് തോറ്റ് പിൻവാങ്ങിയാൽ ഈ അവസരത്തിൽ ഞാൻ എന്തു പറയേണ്ടു? ജോഷ ഹൃദയ തകർച്ചയോടെ കർത്താവിനോട് ചോദിക്കുക, കർത്താവെ, ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ പരാജയത്തിൽ ഞങ്ങൾ എന്താണ് പറയേണ്ടത്? കർത്താവിനോട് ഉത്തരം ചോദിക്കുകയാണ്. തുടർന്ന് കാനാന്യരും അവിടെയുള്ള മറ്റുള്ളവരും ഇത് കേൾക്കും. അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കാക്കാൻ. കർത്താവേ, ശ്രദ്ധിക്കണമേ, കർത്താവെ, അവിടുത്തെ നാമത്തിന്റെ മഹത്വം കാക്കുവാൻ എന്തു ചെയ്യും? കർത്താവെ, അവിടുത്തെ സഭയുടെ മഹത്വം കാക്കുവാൻ എന്തു ചെയ്യും? കർത്താവെ, അങ്ങയുടെ കുടുംബങ്ങളുടെ മഹത്വം കാക്കുവാൻ എന്തു ചെയ്യും? കർത്താവെ, ഞങ്ങൾ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ എന്തു ചെയ്യും? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളെ പരിരക്ഷിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കാൻ, നമ്മുടെ സഭയെ ശക്തീകരിക്കുവാൻ ഇവിടെ ജോഷ പറഞ്ഞതുപോലെ നമ്മൾ പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ ചെയ്യേണ്ട കാര്യമാണ് ആത്മാവിനി പറയാൻ പോകുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സഭയെ ശക്തീകരിക്കുവാൻ, സഭയെ ബലപ്പെടുത്തുവാൻ, സഭയെ പടുത്തുയർത്തുവാൻ, കർത്താവേ, സഭാ മക്കളായി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്താ നമ്മുടെ മിഷൻ? സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ സഭയെ സ്നേഹിക്കുന്നവരാ, നമ്മൾ സഭയുടെ മക്കളാ. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ സഭ ഇന്ന് പലപ്പോഴും ക്ഷീണതയാകുന്നു, സഭ അപഹസിക്കപ്പെടുന്നു, സഭ അപമാനിതയാകുന്നു. ആർക്കും കൊട്ടിയേറാവുന്ന ചെണ്ട പോലെ സഭയെ പൊതുസമൂഹത്തിൽ അവഹേളിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ജോഷ പ്രാർത്ഥിച്ചതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, സഭയുടെ മഹത്വം കാക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? സഭയെ പടുത്തുയർത്തുവാൻ ഞങ്ങൾ എന്ത് ചെയ്യും? സഭയെ ശക്തീകരിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യും? സഭയെ നവീകരിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ ചോദ്യം നമ്മൾ ആരോട് ചോദിക്കണം? നമ്മോട് ചോദിക്കണം. നമ്മോട് ഒത്തിരി ചോദിച്ചിരുന്നിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ ചോദിക്കേണ്ടത് ആരാ? സഭയുടെ ആത്മമണവാളനായ, സഭയുടെ കർത്താവും രാജാവുമായ ആരോട് ചോദിക്കണം? ഈശോ. കാരണം ഈശോയുടെ മണവാട്ടിയാണ് സഭ. താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് തന്റെ സഭയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, കർത്താവിന് എന്താ പറയാനുള്ളത്? സഭയ്ക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ഇതെല്ലാം ചെയ്യേണ്ടത് കാലത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോയേൽ പ്രവചനം 1:14 കർത്താവിന്റെ വചനം പഠിപ്പിക്കുകയാണ്. ജോയേൽ പ്രവചനം 1:14. അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? നമുക്ക് ഉച്ചത്തിൽ ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. കർത്താവെ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ജോയേൽ പ്രവചനം 1:14. വചനം കിട്ടിയൊരു തുറക്ക വായിച്ചു. ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യുക. കർത്താവ് തന്റെ ജനത്തോട് പറയാ, നിങ്ങൾ ഉപവാസം പ്രഖ്യാപിക്കുക, നിങ്ങൾ പ്രാർത്ഥനാ ദിനങ്ങൾ പ്രഖ്യാപിക്കുക. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ 40 ദിനങ്ങളിലെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക്, ഈ ആരാധന ശുശ്രൂഷകൾക്ക് വലിയ പ്രാധാന്യവും അംഗീകാരവുമാണ് കർത്താവ് നൽകുന്നത്, സഭ തരുന്നത്. നമ്മുടെ പിതാക്കന്മാരൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് ഈ ശുശ്രൂഷയെ നോക്കി കാണുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഉപവാസം പ്രഖ്യാപിക്കുക, മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യും. ഇവിടെ സഭയെ സമ്മേളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ജനമാണ് സഭ. നിങ്ങൾ ഉപവാസം പ്രഖ്യാപിക്കുക. എന്തിനു വേണ്ടി? കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വീട് എന്റെ വീട്, നിന്റെ മക്കള് എന്റെ മക്കള്, നിന്റെ അപ്പൻ എന്റെ അപ്പൻ, നിന്റെ അമ്മ എന്റെ അമ്മ, നിന്റെ സാലറി എന്റെ സാലറി, ഇന്നും നിസാര കാര്യങ്ങൾ പറഞ്ഞ് കുടുംബത്തിൽ കലഹങ്ങളാണ്. ഈ പപ്പടം പൊടിയുന്നത് പോലെ ഇന്ന് പിശാച് എത്ര കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാൻ, നമ്മുടെ കുടുംബങ്ങൾ വീണ്ടെടുക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങൾ ദൈവസ്നേഹത്താൽ പൂരിതമാകുവാനുള്ള വഴി എന്താ? കുടുംബങ്ങൾക്ക് വേണ്ടി ത്യാഗമെടുത്ത് കണ്ണീരോടെ ഉപവസിച്ച് സഹിച്ച് പ്രാർത്ഥിക്കുവാൻ കമ്മിറ്റ്മെന്റ് ഉള്ള, തീഷ്ണതയുള്ള വൈദികരും സമർപ്പിതരും അൽമായരും കുടുംബസ്ഥരും സഭയിൽ ഉണർവോടെ എഴുന്നേൽക്കേണ്ട സമയമായി. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞേ, നമ്മളിങ്ങനെ പോയാൽ മതിയോ എന്ന് ചോദിച്ച്. നമ്മൾ എങ്ങോട്ടേ പോയിക്കൊണ്ടിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ. അതുകൊണ്ട് കർത്താവ് പറയാ, നിങ്ങൾ പ്രാർത്ഥനയുടെ ദിനങ്ങൾ പ്രഖ്യാപിക്കേ. എന്താ കർത്താവ് പറയുന്നത്? പ്രാർത്ഥനാ ദിനങ്ങൾ, ഉപവാസത്തിന്റെ ദിനങ്ങൾ, ദൈവാരാധനയുടെ ദിനങ്ങൾ. എന്തിനു വേണ്ടി? കുടുംബങ്ങൾ വീണ്ടെടുക്കുവാൻ. എന്തിനു വേണ്ടി? സഭയെ ശക്തിപ്പെടുത്തുവാൻ. എന്തിനു വേണ്ടി? യുവജനങ്ങളെ വിശുദ്ധീകരിക്കാൻ. എന്തിനു വേണ്ടി? തലമുറകളെ വിശുദ്ധ തലമുറകളാക്കി മാറ്റാൻ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഈ ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ ഇവിടെ ഇരുന്ന് മുട്ടുവേദന മാറ്റണം, നടുവേദന മാറ്റണം, ഇതൊന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും അല്ല ചേട്ടാ, ഞാൻ സ്നേഹത്തോടു കൂടി പറയാ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ സർവശക്തനും സർവാധിപനുമായ കർത്താവിനാണ് നമ്മുടെ തലവേദന വിഷയം. നമ്മൾ ഇതൊക്കെ കർത്താവ് ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട, കർത്താവ് കരുതുന്നവനാ. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇനി നമ്മുടെ പ്രാർത്ഥന നമ്മുടെ നിയോഗങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. സ്വർഗത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വർഗത്തിന്റെ വേദനകളെ പ്രതി, നശിക്കുന്ന ആത്മാക്കളെ പ്രതി, തകരുന്ന കുടുംബങ്ങളെ പ്രതി, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന, ക്ഷീണതയായിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ സഭയെ പ്രതി പ്രാർത്ഥിക്കുവാൻ, വില കൊടുക്കുവാൻ, ത്യാഗമെടുക്കുവാൻ, ഉപവസിക്കുവാൻ, മുട്ടുമടക്കി ചങ്ക് പൊട്ടി കൈവിരിച്ച് നിലവിളിക്കുവാൻ തീരുമാനമുള്ള ദൈവമക്കൾ സഭയിൽ ഉണരണം. അതിനായി ആരാധന ശുശ്രൂഷ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ലാതെ ഇവിടെ വന്ന് കർത്താവേ എപ്പോഴാ IELTS മകൻ പാസ്സാവണേ, എപ്പോഴാ വിസ വരണേ, ഇത് നോക്കിയിരിക്കുകയാണോ നമ്മൾ? ആണോ? കേൾക്കാൻ പറ്റുന്നില്ലോ. ഇതൊക്കെ വേണം നമുക്ക്. പക്ഷെ അത് മാത്രമായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. പോരെ, ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ചോദിക്കട്ടെ, നമുക്ക് കർത്താവിനെയാണോ വേണ്ടത്, കർത്താവ് തരുന്ന ചോക്ലേറ്റുകളാണോ വേണ്ടത്? കേൾക്കാൻ പറ്റുന്നില്ലോ. നമുക്ക് ആരെയാ വേണ്ടത്? കർത്താവിനെ മതിയോ? കർത്താവിനെ മതിയോ? എങ്കിൽ എല്ലാം കിട്ടിക്കഴിഞ്ഞു. കരമടിച്ച് ചോദിക്കും മാത്രം കിടന്നേ. അതേടാ മോനെ, നിന്നെ ഒത്തിരി ഇഷ്ടമായി എനിക്ക്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേട്ടിട്ടില്ല, ഈ രാജകൊട്ടാരം കാണാൻ പോയ പെൺകുട്ടികളുടെ കഥ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അമ്മച്ചി കേട്ടിട്ടുണ്ടോ? അങ്ങനെ കഥയുണ്ട്. കുറച്ച് പെൺകുട്ടികൾ ഈ രാജകൊട്ടാരം കാണാൻ പോയി. അപ്പോ ഈ കൊട്ടാരത്തിലെത്തി രാജാവ് ഇവരെ കാണാൻ വന്നു. രാജാവ് ചിന്തിച്ചു, കഷ്ടപ്പെട്ട് ഈ പെൺകുട്ടികൾ ഈ കൊട്ടാരത്തിൽ വന്നിരിക്കുകയല്ലേ. അപ്പൊ രാജാവ് പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ കൊട്ടാരത്തിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അതങ്ങ് എടുത്തോളാൻ പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ പെൺകുട്ടികളല്ലേ. ഇവര് കുറെ പേര് ഇത് സ്വർണം എടുക്കുന്നു, കുറെ പേര് സ്വർണം കൈക്കലാകും, കുറെ പേര് വജ്രം എടുക്കുന്നു, കുറെ പേര് രത്നങ്ങൾ വാരി എടുക്കുന്നു. ഇങ്ങനെ വിലപ്പിടിപ്പുള്ള പലതും അവർ കൊട്ടാരത്തിൽ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ എന്താണ് ചെയ്യുന്നത് കാണാൻ വേണ്ടി രാജാവ് ഇങ്ങനെ വരുന്ന സമയത്ത് രാജാവിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. രാജാവിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ ഒരു പെൺകുട്ടി രാജാവിനെ പിടിച്ചിരിക്കുക. ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് നിന്നെ മതി എന്ന്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ആ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് നിന്നെ മതി രാജാവേ. കാരണം
കാരണം അവൾ ബുദ്ധിമതിയും വിവേകവതിയായ പെണ്ണായിരുന്നു. കാരണം അവൾക്കറിയാം രാജാവിനെ സ്വന്തമാക്കിയാൽ അവൾ രാജ്ഞിയാണ്. പിന്നെ ഇതിന്റെ പുറകെ ഓടേണ്ട കാര്യമുണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എന്റെ സഹോദരൻ, നമ്മൾ കർത്താവിനെ സ്വന്തമാക്ക്, കർത്താവിനെ സ്വന്തമാക്ക്, കർത്താവിനെ സ്വന്തമാക്ക്. ജീവിക്കുന്ന കർത്താവിനെ നമ്മൾ സ്വന്തമാക്ക്. അവിടെ എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ പുറകെ വരാൻ തുടങ്ങും. അനുഗ്രഹങ്ങളെ പുറകെ നമ്മൾ ഓടണ്ട. അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ക്യൂ നിൽക്കും. എക്സ്ക്യൂസ് മീ സന്തോഷേ, ഞാനൊന്ന് പ്രവേശിച്ചോട്ടെ നിന്റെ ജീവിതത്തിലേക്ക്. അനുഗ്രഹങ്ങൾ നമ്മോട് റിക്വസ്റ്റ് ചെയ്യും. തമാശ പറയുന്നതല്ല. നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ ഇനി അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് വരേണ്ട സമയമായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. 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 നമ്മളൊരു കാര്യം മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് ഒരുപാട് കാര്യങ്ങളെ ഓർത്ത് വേദനിക്കുന്നുണ്ട്. നമ്മുടെ വേദന മാത്രം നോക്കിയാൽ പോരാ, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന നമ്മൾ തിരിച്ചറിയണം. കർത്താവ് ഇന്ന് ഒരുപാട് ദുഃഖിതനാണ്. സംശയമുണ്ടോ നിങ്ങൾക്ക്? മത്തായിയുടെ സുവിശേഷം ഈ ഭാഗം, ഈ ജോയൽ 1:14 അവിടെ വെച്ചുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 26:38 വരിക. മത്തായിയുടെ സുവിശേഷം 26:38 എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? ശ്രദ്ധാപൂർവ്വം ഉച്ചത്തിൽ വായിച്ച്. അവൻ അവരോട് പറഞ്ഞു, അവൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയാണ്, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. എന്താ കർത്താവ് പറയുന്നത്? തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. അപ്പൊ ഇന്ന് കർത്താവിന്റെ ഹൃദയത്തിന്റെ ആ വേദനയ, ഇന്ന് കർത്താവ് തീവ്രമായ ദുഃഖിതനാണ് തന്റെ യുവജനങ്ങളെ ഓർത്ത്. നമ്മുടെ യുവജനങ്ങളെ കുറിച്ച് നമുക്ക് വല്ല വിചാരമുണ്ടോ? ഉണ്ടോ? നമുക്ക് ഈ മധുബാഗയിൽ നിന്ന് പറയാൻ പറ്റില്ല. അതുപോലത്തെ അരാജകത്വങ്ങളും വിശ്വാസത്യാഗങ്ങളും മ്ലേച്ഛതകളിലും പെട്ടു. ഞാൻ ഈ നെടുങ്കണ്ട സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിന് വരുന്നത്, അവിടെ ചില യുവജനങ്ങൾ പറഞ്ഞൊരു അനുഭവം ഞാൻ അവിടെ പങ്കുവെക്കുകയുണ്ടായി. നമ്മുടെ തല പൊട്ടിത്തെറിക്കുമാറുള്ള അനുഭവങ്ങൾ നമ്മൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ യുവജനങ്ങളെ വീണ്ടെടുക്കുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടോ? നമ്മുടെ യുവജനങ്ങളെ വിശുദ്ധീകരിക്കുവാനും നമ്മുടെ യുവജനങ്ങളെ കർത്താവിനും സഭയ്ക്കുമായി അവർ ഉണരുവാനുള്ള ആഗ്രഹം എൻ്റെ സഹോദരങ്ങളെ നമുക്കുണ്ടോ? ഉണ്ടോ? നമ്മുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കാൻ എത്ര കുടുംബങ്ങൾ ഡിവോഴ്സില്, എത്ര കുടുംബങ്ങളെ തകർച്ചയില്, എത്ര കുടുംബങ്ങളാണെന്നറിയോ ഇനി കാര്യങ്ങൾ പുറത്ത് അവതരിപ്പിക്കാൻ പറ്റാതെ ഉള്ളിൽ അഗ്നിപർവ്വതങ്ങളെ പോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ സഭയിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ കുടുംബങ്ങൾ വീണ്ടെടുക്കണ്ടേ? അതിനുള്ള വഴി എന്താ? ഉപദേശം കൊണ്ടും കാര്യം ഈശോ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. അവിടെ ഡെലിവറൻസ് ആണ് ആവശ്യം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. 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 അതുകൊണ്ടാ വചനം പറയുന്നത്, നിങ്ങൾ ഉപവാസം പ്രാർത്ഥനയുടെ ദിനങ്ങൾ പ്രഖ്യാപിക്കുക, മഹാസഭ വിളിച്ചുകൂട്ട്, ജനത്തെ വിളിച്ചുകൂട്ട്, സഭയെ വിളിച്ചുകൂട്ട്. എന്തിനു വേണ്ടി? വായിച്ച മോനെ, പെട്ടെന്ന് വായിച്ച്. ശ്രേഷ്ഠന്മാരെയും ദേശങ്ങളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടുക. കർത്താവിന്റെ ആലയത്തിലേക്ക് നിങ്ങൾ ഒരുമിച്ച് വരിക. എന്നിട്ട് എന്ത് ചെയ്യാനാ പറയുന്നത്? കർത്താവിനോട് പ്രാർത്ഥിക്കുവേൻ. പറഞ്ഞേ എല്ലാവരും 3 പ്രാവശ്യം ഉറക്കെ പറഞ്ഞേ. കർത്താവിനോട് പ്രാർത്ഥിക്കുവേൻ. ഉറക്കെ പറഞ്ഞേ. കർത്താവിനോട് പ്രാർത്ഥിക്കുവേൻ. ഒന്നും കൂടി. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുക? അതാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഉറക്കെ പറ. നിങ്ങൾ എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? അത് നമ്മുടെ ഹൃദയത്തിൽ നീ ഉറക്കണം. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും അത് കർത്താവ് തരും. പക്ഷെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഇനി പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവിടെ കയറി വരുമ്പോൾ ആ കമാനത്തിൽ കണ്ടു, ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയുള്ള ആരാധന ശുശ്രൂഷ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷം തോന്നി. നമ്മൾ ഇനി അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്.
നമ്മുടെ കുടുംബങ്ങൾ വീണ്ടെടുക്കപ്പെടുവാൻ, നമ്മുടെ യുവജനങ്ങൾ വീണ്ടെടുക്കപ്പെടുവാൻ, നമ്മുടെ സഭ ശക്തീകരിക്കപ്പെടുവാൻ, ഇതിനു വേണ്ടി വില കൊടുത്ത് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. അതുകൊണ്ടാണ് ജോയൽ പ്രവചനം 2:17 കൂടി നിങ്ങൾ ഇന്ന് വരിക. ജോയൽ പ്രവചനം 2:17. അവിടെ എന്താ വീണ്ടും വചനം പഠിപ്പിക്കുന്നത്? കർത്താവിന്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ, ബഹുമാനപ്പെട്ട വന്യ വൈദികർ മാത്രമല്ല, സമർപ്പിതരെ, അമ്മമാരിവിടെ വളരെ ഇരിപ്പുണ്ട്, സമർപ്പിതരെ, വൈദികരെ, അൽമായരെ, കുടുംബസ്ഥരെ, നമുക്കെല്ലാം സഭയുടെ മക്കളായ നമുക്കൊക്കെ ഒരുപോലെ ഉത്തരവാദിത്തമാണ്, ദൗത്യമാണ്. എന്താ പറയുന്നത്? ബലിപീഠത്തിനും ഭൂമുഖത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എങ്ങനെ പ്രാർത്ഥിക്കട്ടെ? കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എങ്ങനെ പ്രാർത്ഥിക്കാനാ പറയുന്നത്? കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഓരോ ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. ജീവിതങ്ങളെ, അപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് ജീവിതങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? രൂപാന്തരപ്പെടുത്താൻ. കുടുംബങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? രൂപാന്തരപ്പെടുത്താൻ. നമുക്കറിയാം, വിശുദ്ധ കൊച്ചു ത്രേസ്യ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയാണ്. ഒരു 24 വയസ്സേ അവൾ ജീവിച്ചുള്ളൂ. തൻ്റെ കോൺവെന്റിന്റെ പടി കടന്ന് പുറത്തുപോയി ഒരു വ്യക്തിയോട് പോലും അവൾ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. തൻ്റെ അനുദിന ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും അവൾ പ്രാർത്ഥനയാക്കി. സഹനങ്ങൾ കൃപകളാക്കി, കഷ്ടപ്പാടുകൾ കൃപകളാക്കി, അവളുടെ ജീവിതത്തിലെ വേദനകളും കണ്ണുനീരുകളും കൃപകളാക്കി. അത് സന്തോഷത്തോടെ കർത്താവിനെ കാഴ്ചവെച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, തൻ്റെ പ്രാർത്ഥനയിലൂടെ, തൻ്റെ സഹനങ്ങളിലൂടെ, തൻ്റെ വേദനകളിലൂടെ അസംഖ്യം ആത്മാക്കളെ അവൾ കർത്താവിനെ നേടിക്കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലൊരു വ്യക്തിയാണ് ഫ്രാൻസിനി. നിങ്ങൾ ശ്രദ്ധിക്കണം. അവളൊരു റേഡിയോ ന്യൂസിലൂടെ അറിയുകയാണ്, ഫ്രാൻസിനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു കൊലപാതകിയാണ്. കൊലപാതക കുറ്റത്തിന് ജയിലിൽ കിടക്കുക, വധശിക്ഷ കാത്ത് കിടക്കുക. അദ്ദേഹത്തെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി വൈദികൻ വന്നപ്പോൾ ആ വൈദികനെ ചീത്ത വിളിച്ച് ഫ്രാൻസിനെ ഓടിപ്പിച്ചു കളഞ്ഞു. മാനസാന്തരമില്ലാത്ത, അനുതാപമില്ലാത്ത, കഠിനഹൃദയനായ ഫ്രാൻസിനി. നിങ്ങൾ ചിന്തിക്കണം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രാർത്ഥനയുടെ ആത്മാവ് എൻ്റെയും നിൻ്റെയും മേലുണ്ടെങ്കിൽ എത്ര കഠിന പാപിയെയും കർത്താവിൻ്റെ രക്ഷയിലേക്കും മാനസാന്തരത്തിലേക്കും നയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പറഞ്ഞേ, പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പ്രാർത്ഥനയാലെല്ലാം സാധ്യം. പറഞ്ഞേ, പ്രാർത്ഥനയാലെല്ലാം സാധ്യം. പ്രാർത്ഥനയാലെല്ലാം സാധ്യം. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ആരാധനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ആരാധനയ്ക്ക് എല്ലാം സാധ്യമാണ്. ആരാധനയ്ക്കെല്ലാം സാധ്യമാണ്. പ്രാർത്ഥനയ്ക്കെല്ലാം സാധ്യമാണ്. ഓ, എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? എങ്കിൽ നല്ലൊരു തീപ്പൊരി നിങ്ങൾക്കറിയോ, ഈ കൊച്ചു ത്രേസ്യ അവൾ തീരുമാനിച്ചു. അന്ന് 14 വയസ്സ് അവൾക്ക് പ്രായമുള്ള അവൾ തീരുമാനിച്ചു, ഫ്രാൻസിനി നശിച്ചു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഫ്രാൻസിനി എന്ന് പറയുന്ന ഈ കഠിന ഹൃദയനായ ഈ മനുഷ്യനെ ഞാൻ ഈശോയ്ക്കായിട്ട് നേടും. അവൾ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവളുടെ സഹനങ്ങൾ അവൾ കാഴ്ചവെച്ചു. അവളുടെ നൊമ്പരങ്ങൾ അവൾ രക്ഷാകരമായി ഈശോയ്ക്ക് കാഴ്ചവെച്ചു. കർത്താവേ, ഫ്രാൻസിനി നഷ്ടപ്പെട്ടു പോകരുത്, ഫ്രാൻസിനി നഷ്ടപ്പെട്ടു പോകരുത്, അവൻ്റെ ആത്മാവ് നശിച്ചു പോകരുത്, അവൻ നിത്യരക്ഷ പ്രാപിക്കട്ടെ. അവൾ വിശ്വാസത്തോടെ, കണ്ണീരോടെ കർത്താവിൻ്റെ പദ്ധതികളോട് ചേർന്ന് അവൾ പ്രാർത്ഥിച്ചു. ഒരു ദിവസം അവൾ അറിഞ്ഞു, താൻ മരിക്കണേക്കാൾ തൊട്ട് മുൻപ് അനുതാപ ഹൃദയത്തോടൊരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫ്രാൻസിനി പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് പാപമോചനം വേണം, എനിക്കൊരു നല്ല കുമ്പസാരം നടത്തണം, എനിക്ക് യേശുവിനെ വേണം, എനിക്ക് ഈശോയെ വേണമെന്ന് പറഞ്ഞ് അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ വിതുമ്പി കരയുകയാണ്. ഒരു വൈദികന് വന്ന് അവനെ കുമ്പസാരിച്ചു, അവന് പാപമോചനം കൊടുത്തു, അവനെ അനുഗ്രഹിച്ചു, അവനെ ആശീർവദിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ നല്ല കള്ളൻ അവസാന നിമിഷം മാനസാന്തരപ്പെട്ടതുപോലെ മാനസാന്തരത്തിന്റെ കൃപയാൽ കർത്താവ് അവനെ വിശുദ്ധീകരിച്ചു. എന്തുകൊണ്ട് ഫ്രാൻസിനി
ഫ്രാൻസിനി രക്ഷപ്പെട്ടത്? എന്തുകൊണ്ട് ഫ്രാൻസിനി കർത്താവിനെ കണ്ടുമുട്ടിയത്? അവിടെ പ്രാർത്ഥിക്കുവാൻ ഒരു കൊച്ചു ത്രേസ്യ ഉണ്ടായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ പറയട്ടെ, പ്രാർത്ഥിക്കുവാനുള്ള സമർപ്പണം നിനക്കുണ്ടോ? ഉണ്ടോ? പ്രാർത്ഥിക്കുവാനുള്ള തീഷ്ണത നിനക്കുണ്ടോ? അതിനുവേണ്ടി കർത്താവിന് മുമ്പിൽ വില കൊടുക്കാൻ നമുക്ക് പറ്റുമോ? പ്രാർത്ഥനയിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തും നേടാൻ നമുക്ക് പറ്റും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, ഷെക്കേന ന്യൂസ് ഇന്ന് സഭയ്ക്ക് ശബ്ദമായി കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ചാനലാണ് ഷെക്കേന ന്യൂസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷെക്കേന ന്യൂസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ന്യൂസ് കോംപ്ലക്സിലോട്ട് വരണം. അതിൻ്റെ സെൻട്രൽ പൊസിഷനിൽ, ആ മീഡിയ കോംപ്ലക്സിന്റെ സെൻട്രൽ പൊസിഷനിൽ പരിശുദ്ധ കുർബാനയായി, ദിവ്യ കാരുണ്യമായി, രാജാതി രാജാവായി കർത്താവ് യേശു എഴുന്നള്ളിയിരിക്കുക. ഒരു മാസം ഏകദേശം 50 ലക്ഷം രൂപ വേണം അതിൻ്റെ അനുദിന ചെലവുകൾക്ക്. ഏകദേശം 100ഓളം സ്റ്റാഫുകൾ, സാറ്റലൈറ്റ് റെന്റ്, അതുപോലെ അതിൻ്റെ റണ്ണിങ് കോസ്റ്റുകൾ, പ്രൊഡക്ഷൻ കോസ്റ്റുകൾ 50 ലക്ഷം പോയിട്ട് 50,000 രൂപ കയ്യിലില്ല. ഞാൻ ആത്മാവിൽ പറയട്ടെ, അവിടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയാണ്. രാവും പകലും 24 മണിക്കൂറും ഇടമുറിയാതെ പ്രാർത്ഥനകളും സ്തുതികളും ആരാധനകളും ഉയരുകയാണ്. അത്ഭുതകരമായി പ്രതിസന്ധികളുള്ള ഈ കാലഘട്ടത്തിൽ ഞെരുക്കും കഷ്ടപ്പാടും ഉണ്ടെങ്കിൽ പോലും അത്ഭുതകരമായി ഈ മാധ്യമ ശുശ്രൂഷയെ ദിനം പ്രതി കർത്താവ് കരം പിടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുക. ആവശ്യങ്ങളെ ചേർത്ത് തരിക. അത്ര വിശ്വസ്തയോടെ, അത് ഓർക്കും എന്റെ കണ്ണു നിറയെ സഹോദരങ്ങളെ, അത്രമാത്രം വിശ്വസ്തയോടെ കർത്താവ് ഇത് ചെയ്യുന്നത്. ഞാൻ ഇത് പറയുന്നത് വെറുമൊരു തിയറി പറയല്ല, ജീവിതം കൊണ്ട് അനുഭവിക്കുന്ന ദൈവിക അനുഭവങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, കൈവിരിച്ച് പ്രാർത്ഥിക്കുക, കർത്താവിന്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക, കർത്താവിന്റെ പരിപാലനം ആശ്രയിക്കുക. അവിടെയാ അത്ഭുതങ്ങൾ, അവിടെയാ ഡെലിവറൻസുകൾ, അവിടെയാ ആത്മ നടത്തിപ്പുകൾ. പ്രാർത്ഥിക്കാൻ സമർപ്പണമുണ്ടോ? പ്രാർത്ഥിക്കാൻ തീരുമാനമുണ്ടോ? അവിടെ അത്ഭുതം നടക്കും. എന്തും നേടിയെടുക്കാൻ പറ്റും. പറഞ്ഞ എന്തും. അടുത്തിരിക്കുന്ന രണ്ടുപേരോട് പറഞ്ഞ പ്രാർത്ഥനയിലൂടെ എന്തും നേടാൻ പറ്റും. പറഞ്ഞേ, പ്രാർത്ഥനയിലൂടെ എന്തും നേടാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്റെ ശുശ്രൂഷകർ, എന്റെ ജനം, എന്റെ പുരോഹിതന്മാർ, എന്റെ സമർപ്പിതർ, എന്റെ സന്യസ്തർ, എന്റെ ആത്മായ പ്രേക്ഷിതർ, എന്റെ കുടുംബസ്ഥർ, എന്റെ യുവമക്കൾ, എന്റെ കുഞ്ഞുങ്ങൾ, അവർ കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. എന്തിനു വേണ്ടി? സഭയ്ക്ക് വേണ്ടി. എന്തിനു വേണ്ടി? കുടുംബങ്ങൾക്ക് വേണ്ടി. എന്തിനു വേണ്ടി? തലമുറകൾക്ക് വേണ്ടി. എന്തിനു വേണ്ടി? യുവജനങ്ങൾക്ക് വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഞാനൊരു കാര്യത്തിനോട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തീഷ്ണതയോടെ, ത്യാഗത്തോടെ, കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. നിങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലോട്ട് വരണം. അവിടെ 32-ാം അധ്യായം 11-ാം വചനത്തിലെ മനോഹരമായൊരു വചനമുണ്ട്. ഉൽപ്പത്തി 32:11 എന്താ വചനം പഠിപ്പിക്കുന്നത്? ആ വചനം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച്. എന്റെ സഹോദരനായ യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്, എന്റെ സഹോദരനായ ഏസാവിന്റെ കൈകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന്, കർത്താവേ എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ച് നിങ്ങൾ, സ്വന്തം സഹോദരൻ അനുജൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഏസാവിന്റെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് ഈ യാക്കോബ് ഇപ്രകാരം പ്രാർത്ഥിച്ചത്?
സ്വന്തം സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക, അവൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന്. അതിനൊരു കാരണമുണ്ട്. നിങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകം 27:41 വരിക. ഉൽപ്പത്തി 27:41. 41 എന്താ വചനം പറയുന്നത്? പിതാവ് യാക്കോബിന് നൽകിയ അനുഗ്രഹം മൂലം ഏസാവ് യാക്കോബിനെ വെറുത്തു. ഏസാവ് യാക്കോബിനെ വെറുക്കുകയാണ്. കാരണം ചതിയിലൂടെ അനുഗ്രഹം തട്ടിയെടുത്തു എന്നുള്ള വിചാരം ഏസാവിന്റെ ഹൃദയത്തെ വല്ലാതെ മുറിപ്പെടുത്തി വേദനിപ്പിച്ചു. ഏസാവ് യാക്കോബിന് വെറുത്തു. ഏസാവ് പറഞ്ഞു, എന്താ ഏസാവ് പറഞ്ഞത്? അവൻ ആത്മഗതം ചെയ്തു, പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നു. അപ്പനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ കൊല്ലും. ആരോട് പറയുന്നത്? സ്വന്തം ചേട്ടൻ അനുജനെ കൊല്ലൂന്ന്. ഇതൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞ് ഇത് ബൈബിളിലെ ചില അനുഭവങ്ങളുമായി ഇന്ന് നടക്കുക. എത്ര കുടുംബങ്ങളിൽ നടക്കുന്നതൊക്കെ, എത്ര നമ്മുടെ പല സമൂഹ ഈ കേരളത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? എത്ര കൊലപാതകങ്ങൾ നടക്കുന്നു, എന്തുമാത്രം കൊലപാതകങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജ്യേഷ്ഠനായ ഏസാവ് പറയാണ്, എൻ്റെ സഹോദരൻ യാക്കോബിനെ ഞാൻ കൊല്ലും. ഈ വിവരം ആർക്കറിയാം? യാക്കോബിനറിയാം. അതുകൊണ്ട് യാക്കോബ് പ്രാർത്ഥിച്ചത്, കർത്താവേ, ഏസാവിൻ്റെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ചങ്ക് പൊട്ടി അവൻ നിലവിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഹൃദയനുറുക്കത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഒരിക്കലും കർത്താവ് നിരസിക്കുകയില്ല. ഒരിക്കലും കർത്താവ് നിരസിക്കുകയില്ല. ഒരു സംശയം നമുക്ക് വേണ്ട, പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ യേശുവേ നന്ദി, യേശുവേ നന്ദി. ശക്തിയോടെ പറഞ്ഞ യേശുവേ നന്ദി, യേശുവേ നന്ദി. നിങ്ങൾക്കറിയോ, 2016 വ്യക്തമായി കർത്താവ് ഇപ്രകാരം സന്ദേശം തന്നത്. എനിക്ക് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരു വാർത്താ ചാനൽ ആരംഭിക്കുക. അതും ഒരു കേബിൾ TV അല്ല, യൂട്യൂബ് ചാനലല്ല, സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമിൽ പോകുന്ന ഒരു ന്യൂസ് ചാനൽ. എൻ്റെ സഭയ്ക്ക് ശബ്ദമായി തീരുവാൻ, എൻ്റെ സഭയെ പ്രതിരോധിക്കുവാൻ, സത്യവിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ, വിശ്വാസ സത്യങ്ങളെ ധൈര്യപൂർവ്വം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുവാൻ, വാർത്തകളിലെ സത്യസന്ധ കാര്യങ്ങൾ കൃത്യതയോടെ അവതരിപ്പിക്കുവാൻ, എൻ്റെ സഭയ്ക്ക് ശബ്ദമാകുവാൻ ഒരു വാർത്താ ചാനൽ ആരംഭിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനതിന് വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. അങ്ങനെ അത്ഭുതകരമായി കർത്താവ് നമുക്ക് ലൈസൻസ് തന്നു. അതിന് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങൾ ഭാരതത്തിലൂടെ ഒരു യുക്രിസ്റ്റ് മിഷൻ ജേണി നടത്താൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ വലിയ വലിയ വലിയൊരു ദൈവപ്രവർത്തികളാണ്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമും കൂടി ആയതുകൊണ്ട്, കാരണം ഈ ഓൺലൈൻ ഒത്തിരി പേര് ഇത് കാണുന്നത് കൊണ്ട് ഞാനതിൻ്റെ ഉള്ളറകളിലേക്ക് പോകുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവർ കാണുന്നത് കൊണ്ടല്ല, ഇത് ഓൺലൈനിൽ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതൊക്കെ വലിയ രഹസ്യ ദൈവം ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ കർത്താവ് ഒരു കഥയല്ല സഹോദരങ്ങളെ. കർത്താവായ ഈശോ എന്ന് പറയുന്നത് വെറും ഒരു ഫിലോസഫി അല്ല. ഈശോ എന്ന് പറയുന്നത് വെറും ഒരു ആശയമല്ല. കർത്താവായ യേശു അവൻ ജീവിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. അവൻ സർവശക്തനും സർവാധിപനുമാണ്. അവൻ അസാധ്യമായ യാതൊന്നുമില്ല. Almighty, all sufficient, El Shaddai. കരമടിച്ച് കർത്താവിന് മാത്രം കൊടുത്ത് നല്ല കേടി കൊടുത്ത് നല്ല കേടി കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ 2019 ഒക്ടോബർ 7-ാം തീയതി സെക്കൻഡ് ന്യൂസ് ഫുൾ ട്രാൻസ്മിഷനിലേക്ക്, പൂർണ്ണ സംപ്രേഷണത്തിലേക്ക് വരികയാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസമാണ് സെക്കൻഡ് ന്യൂസ് ഫുൾ ട്രാൻസ്മിഷനിലേക്ക് വരുന്നത്. നിങ്ങൾക്കറിയോ, 4 മാസമാകുമ്പോഴേക്കും കോടികളുടെ കടബാധ്യത ഒരു ഭാഗത്ത്. കാരണം അത് ഇതിന് ഒത്തിരി ചെലവുകളുണ്ട്, നമുക്കറിയാലോ. ഇത് നടത്തിക്കൊണ്ടുപോയി യാതൊരു വഴിയുമില്ലാത്ത അവസ്ഥ. വല്ല ഒരു നടുകടലിൽ വട്ടം കറങ്ങുന്ന ഒരു കളിവഞ്ചി പോലെ. കാരണം അന്ന് ശക്കേന ഒത്തിരി പേര് അറിഞ്ഞിട്ടില്ല. ആരംഭ നാളുകളാണ്, നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഒരുപാട് കടബാധ്യതകൾ. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, കർത്താവിൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ
ഞാനിന്ന് വലിയൊരു മാനസിക രോഗിയായി തീരുമായിരുന്നു. അത്രമാത്രം മെൻ്റൽ സ്ട്രെസ്സ്, പ്രഷർ, ദൈവമേ, സാമ്പത്തിക ബാധ്യതകൾ, 24 മണിക്കൂർ പ്രോഗ്രാം ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ സ്റ്റാഫുകളെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനിടയ്ക്ക് ധ്യാനം, അതിനിടയ്ക്ക് കൺവെൻഷൻ, എന്നാ പറയുക ദൈവം, വല്ലാത്തൊരു മാനസിക അവസ്ഥ. ദൈവമേ, പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും കർത്താവ് അറിയാതെയാണോ, കർത്താവ് അനുവദിക്കാതെയാണോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുക. എന്തിനാണെന്നറിയോ? 1, നമ്മൾ ആത്മീയ പക്വതയുള്ളവരാകാൻ. 2, ദൈവത്തിൻ്റെ പരിപാലനയിൽ ആഴപ്പെട്ട് വിശ്വസിക്കാൻ. 3, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ എപ്പോഴും ജീവിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഓർക്കുന്നു, എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് ഇനി അധികം നാൾ മുന്നോട്ട് നീങ്ങില്ല, പോവില്ല. ഞാൻ അങ്ങനെ ഒരു ദിവസം രാത്രി 2020 മാർച്ച് 9 എനിക്കൊരു പേഴ്സണൽ ചാപ്പലുണ്ട് അവിടെ. ആ ചാപ്പലിൽ പ്രാർത്ഥിച്ച് ഞാൻ ഷെക്കേന റിസപ്ഷനിലേക്ക് ഇറങ്ങി വരികയാണ്. എൻ്റെ സഹോദരങ്ങളെ, അന്ന് രാത്രി 1:30 മണി സമയം, അർദ്ധരാത്രി, അധികം സ്റ്റാഫുകളില്ല. ഈ ഷെക്കേനയുടെ ആരംഭ നാളുകളാണ്. അവിടെ സെക്യൂരിറ്റി സിസ്റ്റം അന്ന് ആ സമയത്തില്ല. ഒരു മനുഷ്യനില്ല അവിടെ. ആ റിസപ്ഷനിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുസ്വരൂപമുണ്ട്, അപ്പുറത്ത് ഔസേപ്പിതാവിൻ്റെ ഒരു തിരുസ്വരൂപമുണ്ട്. ഞാൻ അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ അതാ പറഞ്ഞേ, ഹൃദയ നുറുക്കത്തോടു കൂടിയുള്ള പ്രാർത്ഥന ഒരു നാളും കർത്താവ് നിരസിക്കില്ല. നിന്റെ കുഞ്ഞിനു വേണ്ടി നീ ഹൃദയം നുറുങ്ങി ത്യാഗമെടുത്ത് സഹിച്ച് നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം തന്നിരിക്കും. ഹല്ലേലൂയ. ഉത്തരം തന്നിരിക്കും. ആമേൻ. അത് നമ്മൾ മനസ്സിലാക്കണം. അത് സഭയ്ക്ക് വേണ്ടിയാണെങ്കിലും, കുടുംബങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും, നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാണെങ്കിലും കർത്താവ് അത് മാനിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ അമ്മയുടെ തിരുസ്വരൂപം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ കരഞ്ഞിട്ടില്ല. ഒരു 10-15 മിനിറ്റ് സമയം അമ്മ മാതാവിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എൻ്റെ പൊന്ന അമ്മേ എന്ന് പറഞ്ഞ് അങ്ങനെ വാവിട്ട് കരയും. എൻ്റെ സങ്കടങ്ങൾ മുഴുവൻ ഞാൻ അങ്ങ് എക്സ്പ്രസ് ചെയ്യാണ്. ഞാൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ എന്നെ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ഈ ചാനല് അനേകം ജനം അറിയാൻ അമ്മ ഇടപെടുക. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ സമയത്ത് വെറും ഒരു ഭാവന പറയല്ല, നിങ്ങൾ ശ്രദ്ധിക്കരുത്, ചുമ്മാ കെട്ടുകഥ പറയല്ല പ്രിയപ്പെട്ടവരെ. വ്യക്തിപരമായി അത് അനുഭവിക്കുവാൻ എൻ്റെ കർത്താവ് എന്നോട് കരുണ കാണിച്ചു. ആ അനുഭവം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്, ഷെക്കേന ന്യൂസിൻ്റെ റിസപ്ഷനിലൂടെ പരിശുദ്ധ അമ്മ മാതാവ് ഉലാത്തുന്നൊരു അനുഭവം എനിക്കുണ്ടാവുകയാണ്. പരിശുദ്ധ അമ്മയുടെ ആ മേലങ്കിക്കൊണ്ട് അമ്മ എന്നെ പൊതിയുന്ന, എന്നെ മറയ്ക്കുന്നൊരു അനുഭവം. അമ്മ എന്നെ ചേർത്ത് പിടിക്കുകയാണ്. ഓ ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കാക്കകളും മറ്റു പക്ഷികളും കൊത്തിപ്പറയ്ക്കാൻ വരുമ്പോൾ തള്ളക്കോഴി ഇങ്ങനെ ചിറകടിച്ച് കൊക്കോ കൊക്കോ എന്നും പറഞ്ഞ് ചിറകടിച്ചിങ്ങനെ ആ ഒരു ഭയങ്കരിയെ പോലെ അമ്മ ഇങ്ങനെ അതിൻ്റെ പുറകെ പായുന്നത് പോലെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, തന്നെ ആശ്രയിക്കുന്നവരെ, തന്നെ സ്നേഹിക്കുന്നവരെ, തന്നോട് ചേർന്ന് നിൽക്കുന്നവരെ, തനിക്കായി തങ്ങളെ തന്നെ സമർപ്പിച്ചവരെ ഒരു നാളും ഉപേക്ഷിക്കാത്തവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ മാതാവ്. ഹല്ലേലൂയ. ഒരു സംശയം നമുക്ക് വേണ്ട. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 3 പ്രാവശ്യം പറഞ്ഞു, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. അമ്മ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. ഈ സമയത്ത് ഞാനൊരു ശബ്ദം കേൾക്കുക. തോന്നലല്ല പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറുങ്ങിയെടുത്ത് കർത്താവിന്റെ ശക്തി ഇറങ്ങും. നുറുങ്ങിയ മനസ്സുള്ളിടത്ത് കർത്താവിന്റെ മഹത്വം ഇറങ്ങും. അതുകൊണ്ട് വചനം പറയുന്നത്, നുറുങ്ങിയ മനസ്സ് കർത്താവിന് സ്വീകാര്യമായ ബലിയാണ്. ഹല്ലേലൂയ. കരമടിച്ച് ഈശോയ്ക്ക് മഹത്വം കൊടുത്ത് നല്ല കൈ കൊടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇപ്രകാരം ഒരു ശബ്ദം കേൾക്കുക, ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാൻ ഇവിടെ ഇല്ലേ, എന്തിനാ മകനെ നീ കരയുന്നത്, അമ്മ നോക്കിക്കൊള്ളാം. ദൈവമേ, അമ്മ നോക്കിക്കൊള്ളാം. ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാനിവിടെ ഇല്ലേ, എന്തിനാ മകനെ നീ കരയുന്നത്, അമ്മ നോക്കിക്കൊള്ളാം.
ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ അമ്മ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഏറ്റെടുത്ത് തന്നെയാ അതിന് നിശ്ചയമായ റിസൾട്ട് ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വല്ലാത്തൊരു ആശ്വാസമായി. എൻ്റെ ഉള്ളിലുള്ള ഹൃദയഭാരമൊക്കെ മാറി. അവിടുന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, 1.5 ആഴ്ചയെ കഴിഞ്ഞുള്ളൂ ഇതാ കോവിഡ് മൂലം ഫസ്റ്റ് ലോക്ക്ഡൗൺ വരികയാണ്. ആദ്യത്തെ ലോക്ക്ഡൗൺ കോവിഡ് മൂലം അനേകർ ഭയപ്പെടുന്നു, പലരും മരിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്ക് കോവിഡ്. ദേവാലയങ്ങൾ അടച്ചു, ധ്യാന കേന്ദ്രങ്ങൾ അടച്ചു, പരിശുദ്ധ കുർബാനകൾ കിട്ടുന്നില്ല, വചന ശുശ്രൂഷകളില്ല, പ്രാർത്ഥനകളില്ല. ഇങ്ങനെ വല്ലാത്തൊരു ഭീതിയിൽ അസ്വസ്ഥതയിലുമായിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാ ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമനൻ അച്ഛൻ വിളിക്കുകയാണ്. സന്തോഷ്, നിങ്ങളുടെ ന്യൂസ് ലൈസൻസ് അല്ലേ, ന്യൂസ് ചാനലല്ലേ, നിങ്ങൾക്ക് ലൈവ് ചെയ്യാനുള്ള ടെലികാസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കൃപാഭിഷേകം കൺവെൻഷൻ ഈ സമയത്ത് സെക്കൻഡ് ന്യൂസിലൂടെ സംപ്രേഷണം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ചിന്തിച്ച്, അപ്പോഴാണ് ഈ ന്യൂസ്, ഇപ്പോൾ ശാലോമും ഗുഡ്നസ്സും നമുക്കുണ്ട്, സഭയ്ക്ക് ദൈവം സമ്മാനിച്ച മനോഹരമായ ചാനലുകളാണ്. പക്ഷെ ശാലോമും ഗുഡ്നസ്സും അത് നോൺ ന്യൂസ് ലൈസൻസ് ആണ്. അതുകൊണ്ട് ലൈവ് ടെലികാസ്റ്റിങ്ങിനുള്ള പെർമിഷൻ ശാലോമിന് ഗുഡ്നസ്സിനില്ല, അത് ന്യൂസ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഈ ലൈസൻസിൻ്റെ പ്രത്യേകത തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഈ ഒരു ബന്ധവും ഒരു പരിചയവും ഇല്ലാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ കഷ്ടിമുഷ്ടി പറയാന്നല്ലാതെ ന്യൂസിനെ കുറിച്ച് ഒരു നോളജും ഇല്ലാത്ത തനി പൊട്ടന്മാരായ വ്യക്തികളുടെ കരങ്ങളിലാണ് ഈ ന്യൂസ് ചാനൽ കർത്താവ് ഏൽപ്പിച്ചു തന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനിതൊക്കെ പറയുന്നത് കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. ഹൃദയനുറുക്കത്തോടെ ആരെല്ലാം അവനോട് ചേർന്ന് നിൽക്കുന്നുവോ, കണ്ണുനീരോടെ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ, കർത്താവിൻ്റെ പദ്ധതികൾ തിരിച്ചറിഞ്ഞ് ആരെല്ലാം മുട്ടുമടക്കി കൈവിരിക്കുവാൻ തയ്യാറാകുന്നുവോ, അവരുടെ ജീവിതത്തിന്മേൽ, പ്രാർത്ഥനകളുടെ മേൽ, അവരുടെ തലമുറകളുടെ മേൽ, അവരുടെ ശുശ്രൂഷകളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരും. ഹല്ലേലൂയ. അവൻ്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ് അങ്ങനെ ഈ ശുശ്രൂഷ ടെലികാസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഷെക്കേനയിലൂടെ മാത്രമേ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഏത് ഈ ഷെക്കേന റിയലി? കുടുംബങ്ങൾ ദേവാലയങ്ങളായിട്ട് മാറി. ധ്യാന കേന്ദ്രങ്ങളിലും ദേവാലയങ്ങളിൽ പോയി വചനം കേൾക്കുന്നത് പോലെ ജനങ്ങൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, കുളിച്ച് ഒരുങ്ങി വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, കാരണം കോവിഡ് സമയമാണ്, എല്ലാവരും വീടുകളിലുണ്ട്, ലോക്ക്ഡൗൺ അല്ലേ, വീടുകൾ ദേവാലയങ്ങളായി. അങ്ങനെ ജനലക്ഷങ്ങൾ വചനം കേൾക്കുകയാണ് ഷെക്കേന ഈ പ്ലാറ്റ്ഫോമിലൂടെ. നിങ്ങൾ മനസ്സിലാക്കണം, കേബിൾ ടി വികളിലൊക്കെ ജനം ഡിമാൻഡ് ചെയ്ത് ലക്ഷങ്ങൾ പറഞ്ഞിരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സൊക്കെ ഫ്രീ ആയിട്ട് ഷെക്കേനയെ അതിൽ ആഡ് ചെയ്യുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ സഭാപിതാവ് ആലഞ്ചേരി പിതാവ് വിളിച്ചു, മോനെ സന്തോഷേ, നമുക്ക് ഓശാന കുർബാന അർപ്പിക്കാൻ യാതൊരു വഴിയില്ല, അതുകൊണ്ട് ഷെക്കേന ന്യൂസിലൂടെ ഓശാന കുർബാന നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, പിതാവേ അതിനല്ല ഈശോ നമുക്ക് ഈ ചാനൽ തന്നിരിക്കുന്നത്. അങ്ങനെ ഇതാ ഓശാന കുർബാന, ഹോളി വീക്കിലെ പ്രോഗ്രാം, ഇതെല്ലാം അങ്ങനെ 2-3 മാസങ്ങൾ കഴിയുമ്പോഴേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, ജനലക്ഷങ്ങളെ ഷെക്കേന അറിയുവാനും അവരുടെ ഹൃദയത്തിലേക്ക് ഈ ചാനൽ ഏറ്റെടുക്കുവാനും സ്വർഗം വലിയ കരുണ കാണിച്ചു. അമ്മ പറഞ്ഞു, ഞാൻ നിന്റെ അമ്മയല്ലേ, ഞാനിവിടെ ഇല്ലേ, എന്തിനാ മകനെ നീ കരയുന്നത്, അമ്മ നോക്കിക്കോളാം. അന്ന് തുടങ്ങിയതാ, പിന്നെ ഇതുവരെ പിന്തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. ഓരോ ദിവസവും അത്ഭുതങ്ങളാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കരമടിച്ച് ചോക്കി മാത്രം കൊടുത്തേ. ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ, ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. സഭയ്ക്ക് വേണ്ടി ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കണം. കുടുംബങ്ങൾക്ക് വേണ്ടി ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കേണ്ട സമയം, നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കേണ്ട നാളുകൾ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കേണ്ട നാളുകളിലാണ് നമ്മളായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ശാന്തമായിരിക്കുക,
പരിശുദ്ധാത്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആത്മാവ് സംസാരിക്കുന്നു, ആത്മാവ് പ്രവർത്തിക്കുന്നു. ആത്മാവിൻ്റെ സാന്നിധ്യം ഇടമുറിയാതെ ഇവിടെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലേക്ക് അവൻ്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഓ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കണം. നുറുങ്ങിയ ഹൃദയത്തോടെ യാക്കോബ് പ്രാർത്ഥിച്ചു, എൻ്റെ സഹോദരൻ ഏസാവിൻ്റെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്താ സംഭവിച്ചതെന്നറിയോ സഹോദരങ്ങൾ? അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രാർത്ഥനകൾ സഭയ്ക്ക് ശക്തിയായി ഇനി മാറണം. കർത്താവിൻ്റെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി സഭാമക്കളായ നമ്മൾ പ്രാർത്ഥിച്ച് കോട്ട കെട്ടണം. നമ്മുടെ വന്യ വൈദികർക്ക് വേണ്ടി അവരുടെ കരങ്ങൾ തളരാതിരിക്കാൻ നമ്മൾ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കോട്ട കെട്ടണം. നമ്മുടെ സമർപ്പിതരുടെ ഇരിപ്പുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ ഇവർക്കുണ്ട്. നമ്മുടെ അമ്മമാരെ, സമർപ്പിതരെ, അവിടെ സമർപ്പിത ജീവിതം സഭയ്ക്ക് കൂടുതൽ പ്രയോജനപ്പെടുവാൻ, ദൈവരാജ്യത്തിന് അതിൽ കൊണ്ട് കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകാൻ നമ്മുടെ സമർപ്പിതരെ നമ്മൾ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തണം. നമ്മൾ ഇനി പ്രാർത്ഥിക്കേണ്ടതും മുട്ടുമടക്കേണ്ടതും സ്വർഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാകണം. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ. 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 നിങ്ങൾക്കറിയോ, ഞാൻ എൻ്റെ 15-ാമത്തെ വയസ്സിൽ 10th പഠിക്കുമ്പോഴാണ് ഈശോയെ കണ്ടുമുട്ടുവാൻ കർത്താവ് കരുണ കാണിച്ചത്. എൻ്റെ 23-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ജീവിതം കർത്താവിനും സഭയ്ക്കുമായി സമർപ്പിച്ചു. ഈശോ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഫോർ ജീസസ്, ഓൺലി ഫോർ ജീസസ്. ഈശോയ്ക്ക് വേണ്ടി മാത്രം അതായിരിക്കട്ടെ എൻ്റെ ജീവിതം. അതാണ് നമ്മുടെ ലൈഫ്. ഫോർ ദ ലോർഡ് ആൻഡ് ഫോർ ദ ചർച്ച്. കർത്താവിനും സഭയ്ക്കും വേണ്ടി. പറഞ്ഞേ, ഈ ജീവിതം എന്തിനു വേണ്ടിയാണ്? കർത്താവിനും സഭയ്ക്കും. നമ്മുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാ? കർത്താവിനും സഭയ്ക്കും. കർത്താവിൻ്റെ രാജ്യത്തിനും കർത്താവിൻ്റെ സഭയ്ക്കുമായിരിക്കണം. അത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ പ്രാർത്ഥന മാറ്റരുത്. നമുക്കത് ആവശ്യമാണ്. അത് ഈശോ തരും. ഈശോ വിശ്വസനല്ലേ? നമ്മുടെ പ്രാർത്ഥന ഇനി ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടി, കുടുംബങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടി, സഭയെ ശക്തീകരിക്കാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും ഇനി ഉയരണം. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പറഞ്ഞില്ല ഒരു ഹല്ലേലൂയ. 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 അതാണ് കർത്താവിന്റെ മനസ്സ്, കർത്താവിന്റെ ആഗ്രഹം. അതാണ് തൻ്റെ ജനത്തിൽ നിന്ന് ഈ നാളുകളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവജനത്തിന്റെ പ്രാർത്ഥനയാണ്, ദൈവജനത്തിന്റെ പരിത്യാഗങ്ങളാണ്, ദൈവജനത്തിന്റെ സമർപ്പണമാണ്. സഭയോടും കർത്താവിന്റെ രാജ്യത്തോടുമുള്ള ദൈവജനത്തിന്റെ പ്രതിബദ്ധതയാണ്, ആ കമ്മിറ്റ്മെന്റ് ആണ് ആരാവശ്യപ്പെടുന്നത്? കർത്താവ് ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞു? ആ വാക്യം കൂടി പെട്ടെന്ന് വായിച്ചു. ഉൽപ്പത്തി 33:1 വരാം. യാക്കോബ് അങ്ങനെ യാക്കോബ് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. ഈ സമയത്ത് യാക്കോബും അവന്റെ കുടുംബവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ബഥേലിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ, ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ വരുന്നത് യാക്കോബ് കണ്ടു. ഏസാവ് എന്താ പറഞ്ഞിരിക്കുന്നത്? പിതാവിനെ വിലപിക്കുവാനുള്ള ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊന്നുകളയുന്ന പറഞ്ഞിരിക്കുന്നത്. ഏസാവ് 400 പേരുടെ അകമ്പടിയോട് വരുന്നത് കണ്ടപ്പോൾ യാക്കോബ് പേടിച്ചു പോയി. പക്ഷേ യാക്കോബ് പതറിയില്ല. കാരണം അവന്റെ ആശ്രയത്വം കർത്താവിലായിരുന്നു. അതാണ് കർത്താവിന്റെ വിശ്വസ്തതയിൽ, കർത്താവിന്റെ കാരുണ്യത്തിൽ, കർത്താവിന്റെ സ്നേഹത്തിൽ സഹോദരങ്ങളെ നമുക്ക് ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും കഴിയണം. അതാ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ ആരാധന ശുശ്രൂഷകൾ ഈ ഒരു കൃപയിലേക്ക് നമ്മളെ നയിക്കണം. പക്ഷെ അവിടെ എന്താ സംഭവിച്ചെന്നറിഞ്ഞു? നിങ്ങൾ ശ്രദ്ധിക്കണം. 4-ാം വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, ഏസാവാകട്ടെ ഓടിച്ചെന്ന് കൊല്ലാൻ നടന്നിരുന്ന ഏസാവ് യാക്കോബിനെ കണ്ടപ്പോൾ, വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട സഹോദരൻ യാക്കോബിനെ കണ്ടപ്പോൾ ജ്യേഷ്ഠ സഹോദരനായ ഏസാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു.
വീണ്ടും പെട്ടെന്ന് വചനം വായിച്ചു, ചുംബിച്ചു. ഇരുവരും കരഞ്ഞു. ഇരുവരും കരഞ്ഞു. ആ സ്നേഹാധിക്യം കൊണ്ട് കണ്ടു, അവരെ എക്സ്പ്രസ് ചെയ്യുക, സ്നേഹം എക്സ്പ്രസ് ചെയ്യാണ്. ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് കൊല്ലാൻ നടന്നിരുന്ന ഏസാവ് യാക്കോബിനെ കണ്ടപ്പോൾ എന്താ ചെയ്തത്? കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എന്ത് ഏസാവേ നിനക്ക് എന്തു പറ്റി? ഏസാവേ നിനക്ക് എന്തു പറ്റി? ഒരൊറ്റ കാര്യമുള്ളൂ, യാക്കോബിന്റെ ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥന ഏസാവിനെ രൂപാന്തരപ്പെടുത്തി. യെസ്, ഇന്നും ഇത് പ്രവർത്തിക്കാൻ കർത്താവ് വിശ്വസ്തനാണ്. ആമേൻ. കുടുംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേ. ഇനി അതിനുള്ള സമയ. നമ്മുടെ കുടുംബങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുക. എത്ര വിവാഹമോചന കേസുകളാ നമ്മുടെ കുടുംബ കോടതികളിൽ വന്ന് കിടക്കണമെന്നറിയോ? ഓരോ രൂപതകളിലും. ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മുടെ കുടുംബങ്ങൾക്ക് എന്താ പറ്റുന്നേ? നമ്മുടെ യുവജനങ്ങൾക്ക് എന്താ പറ്റുന്നേ? എന്റെ സഹോദരങ്ങളെ, ഈ കേടുപാടുകൾ പരിഹരിക്കുവാൻ എന്തിനു മാത്രമേ കഴിയൂ? ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാശ്ചിത്തത്തിനും പരിഹാര പ്രവൃത്തികൾക്കും മാത്രമേ ഈ കുറവ് നിറവാക്കാൻ പറ്റുകയുള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യാക്കോബ് ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ റൂഹ, ഹോളി സ്പിരിറ്റ്, ഏസാവിന്റെ വെറുപ്പ് നിറഞ്ഞ, പ്രതികാരം നിറഞ്ഞ, നീരസം നിറഞ്ഞ, വൈരാഗ്യ ബുദ്ധി നിറഞ്ഞ അവന്റെ ഹൃദയത്തെ ഹോളി സ്പിരിറ്റ്, ആത്മാവ് രൂപാന്തരപ്പെടുത്തി ട്രാൻസ്ഫോം ചെയ്തു. അതുകൊണ്ടാണ് യാക്കോബിനെ കണ്ടപ്പോൾ ഓടിച്ചത് എൻ്റെ മൈ ബ്രദർ എൻ്റെ സഹോദരാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വാവിട്ട് കരയുന്ന ഏസാവ്. ഏസാവേ, നിനക്ക് എങ്ങനെ ഈ മാനസാന്തരമുണ്ടായി? നിന്റെ കഠിന ഹൃദയം എങ്ങനെ ഇങ്ങനെ മാംസല ഹൃദയമായിട്ട് മാറി? അതാണ് പ്രാർത്ഥനയുടെ ശക്തി. ഹല്ലേലൂയ. പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുകയില്ലൊന്നും. കാര്യം മനസ്സിലായോ? പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുകയില്ലൊന്നും. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് എന്തോരം പ്രസംഗം കേട്ടാലും പുസ്തകം വായിച്ചാലും സെമിനാറിൽ പങ്കെടുത്താലും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ വല്ല പ്രയോജനമുണ്ടോ? കർത്താവ് പറയാണ്, റിട്ടേൺ ടു മീ, നിങ്ങൾ എൻ്റെ അരികിലേക്ക് വരിക. എപ്രകാരം വരണം? പ്രാർത്ഥനയുകൊണ്ടും ഉപവാസത്താലും വിലാപത്തോടുകൂടെ നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമാണ്. ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ, ഡേയ്സ് ഓഫ് പ്രയർ, ഡേയ്സ് ഓഫ് പെനൻസ്, ഡേയ്സ് ഓഫ് ഫാസ്റ്റിംഗ്. ഹല്ലേലൂയ. നമുക്ക് ഈ സുഖാരൂപി എവിടെയൊക്കെ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടി, അത് നമ്മുടെ പരിത്യാഗ അരൂപിയെ നശിപ്പിച്ചു കളഞ്ഞു. നമുക്കൊരു പരിത്യാഗ അരൂപി ഉണ്ടായിരുന്നു നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾക്കും നമ്മുടെ സമൂഹങ്ങൾക്കൊക്കെ. പക്ഷെ ഈ പരിത്യാഗ അരൂപിയെ നഷ്ടപ്പെടുത്തുമാറ് ലോകാരൂപിയും സുഖാരൂപിയും ഇന്ന് ഒത്തിരി കടന്നു കൂടിയിട്ടുണ്ട്. അത് നമ്മുടെ സഭയുടെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നു, കുടുംബങ്ങളുടെ കെട്ടുറപ്പിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കുവാനാ ഇതുപോലുള്ള ആരാധന ശുശ്രൂഷകൾ ദേശങ്ങളിൽ പല ഭാഗങ്ങളിലും കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയാണ്. കരമിടിച്ച് ചോദിക്കും. അതുകൊണ്ട് കർത്താവ് പറയാണ്, എന്താ കർത്താവ് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ഈശോയുടെ ഹൃദയത്തിന്റെ വേദന നമ്മുടെ ഹൃദയത്തിന്റെ വേദനയാകണം. 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേമിൽ നോക്കി കരഞ്ഞ കർത്താവ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ യുവജനങ്ങളെ നോക്കി കർത്താവ് ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ പല സമർപ്പിത സമൂഹങ്ങളെ നോക്കി കർത്താവ് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ കർത്താവ് കരയുന്നത്?
കർത്താവിനോടുള്ള ഡിസൊബീഡിയൻസ്, കർത്താവിനോടുള്ള അനുസരണക്കേടുകളും കർത്താവിനോടുള്ള അവിശ്വസ്തതകളും നമ്മൾ വളരെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ലൂക്കായുടെ സുവിശേഷം 19:41 ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവൻ പട്ടണത്തെ സമീപിച്ചപ്പോൾ, ലൂക്കായുടെ സുവിശേഷം 19:41 അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു. ആ പട്ടണത്തെ സമീപിച്ചപ്പോൾ ജെറുസലേം പട്ടണത്തെ നോക്കി കർത്താവ് വിലപിച്ച് പറഞ്ഞു. കർത്താവ് വിലപിച്ചുകൊണ്ട്, കർത്താവ് കരഞ്ഞുകൊണ്ട് പറയാ, ജെറുസലേം ജെറുസലേം, സമാധാനത്തിനുള്ള മാർഗങ്ങൾ നീ ഇപ്പോഴെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ. ഇന്നും കർത്താവ് കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരായി ഏറ്റെടുക്കാൻ കഴിയുമോ? അതിന് തീരുമാനമുള്ള എത്ര പേര് ഇവിടെയുണ്ട്? കർത്താവിന്റെ കണ്ണുനീര് എന്റെയും നിങ്ങളുടെയും കണ്ണുനീരായി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? അവിടെയാ യഥാർത്ഥ പ്രാർത്ഥന. അവിടെ യഥാർത്ഥ പ്രാർത്ഥന ആരംഭിക്കുന്നത്. കുറെ നമ്മൾ ചൊല്ലിക്കൂട്ട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, അത് നമുക്ക് വളരെ ആവശ്യമാണ്. പക്ഷേ സഹോദരങ്ങളെ, കർത്താവിന്റെ ഹൃദയത്തിന്റെ വേദന എൻ്റെ ഹൃദയത്തിന്റെ വേദനയായി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ്, ആ പ്രാർത്ഥനയിലാണ് ദൈവശക്തി ഇറങ്ങുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 18-19 വചനങ്ങളിൽ ഈശോ പറഞ്ഞു. വിലാപങ്ങളുടെ പുസ്തകം 2:18-19 വചനങ്ങളിൽ എന്താ കർത്താവ് പറഞ്ഞത്? ആ വചനം ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് നമ്മുടെ പേര് ചൊല്ലി കർത്താവ് വിളിക്കുക. സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. എല്ലാവരും വചനം ഏറ്റു പറഞ്ഞ്, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക. നമ്മൾ ഇന്ന് സഭയ്ക്ക് വേണ്ടി ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കൂട്ടായ്മകൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞില്ല, ഒരു ഭാഗത്ത് പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും നമ്മൾ തീർക്കുമ്പോൾ മറുവശത്ത് പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് രണ്ടും ബാലൻസ് ചെയ്തു പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ പദ്ധതിയാ. കർത്താവിന്റെ ജനത്തിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കും. കുറെ കൂട്ടരെ അവർ നമുക്ക് ആവശ്യമാ. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി പല പ്രതിഷേധങ്ങൾ നമുക്ക് വേണം. പൊതുസമൂഹത്തിൽ ഉണ്ടാകണം. പ്രതിരോധ കോട്ടകൾ ഉയർത്തണം. ഇത് ഒരു ഭാഗത്ത് കുറെ പേർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് കുറെ പേർ എന്ത് ചെയ്യണം? മുട്ടുകുത്തി, കൈവരിച്ച്, ത്യാഗമെടുത്ത്, ഉപവസിച്ച്, സഹിച്ച് പ്രാർത്ഥിക്കാൻ സമർപ്പണമുണ്ടാവുന്നവരുണ്ടാകണം. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് സഭയിൽ പോകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ കർത്താവ് പറയുന്നത്. സിയോൻ പുത്രി, നമ്മുടെ പേര് ചൊല്ലി വിളിച്ച് കർത്താവ് പറയാ, എന്റെ മകനെ, മകളെ, നീ എന്റെ സന്നിധിയിൽ ഉറക്കെ നിലവിളിക്കുക, ശബ്ദമുയർത്തി വിളിക്കുക. തുടർന്ന് എന്താ പറയുന്നത്? രാവും പകലും മഹാപ്രവാഹം പോലെ ഈ 40 ദിന ഈ രാവും പകലുമുള്ള ഈ ആരാധന ഭയങ്കര പവറാട്ടോ, ഭയങ്കര പവറാ. ഇത് നിർത്തരുത്. എല്ലാ വർഷവും തുടരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. രാവും പകലും ഇവിടുന്ന് പ്രാർത്ഥനകൾ ഉയരുകയാ, സ്തുതികൾ ഉയരുകയാ, ആരാധനകൾ ഉയരുകയാ. എന്തിനു വേണ്ടി? സഭയ്ക്ക് വേണ്ടി. എന്തിനു വേണ്ടി? കുടുംബങ്ങൾക്ക് വേണ്ടി. എന്തിനു വേണ്ടി? തലമുറകൾക്ക് വേണ്ടി. എന്തിനു വേണ്ടി? ദേശങ്ങൾക്ക് വേണ്ടി. എത്ര പവർഫുൾ ആണത്. ഇവിടെ ഒത്തിരി ഹീലിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഈശോ ദിവ്യഗാനം ഇവിടെ എഴുന്നള്ളിച്ച് നമ്മൾ ആരാധിക്കുമ്പോൾ ഈ ദേശങ്ങളിൽ വലിയ സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്, ഡെലിവറൻസുകൾ നടക്കുന്നുണ്ട്. കർത്താവിന്റെ ദിവ്യകാരുണ്യത്തിന്റെ പ്രഭ ഈ ദേശാന്തരങ്ങളിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുന്നുണ്ട്, അത് സമൂഹങ്ങളിലേക്ക് വ്യാപരിക്കുന്നുണ്ട്, നമ്മുടെ തലമുറകളിലേക്ക് അത് വ്യാപരിക്കുന്നുണ്ട്. ഇതിന്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ ശക്തി തിരിച്ചറിയണം.
ആറ്റം ബോംബിനേക്കാൾ അണുബോംബിനേക്കാൾ എത്രയോ 10 മടങ്ങ് ശക്തിയുണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക്. ആമേൻ. പ്രൈസ് ദി ലോർഡ്, 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 ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുക, എന്റെ സന്നിധിയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ, എന്റെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ എന്റെ ജനമേ, നിങ്ങൾ ഉറക്കെ നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകട്ടെ, കണ്ണുനീരൊഴുകട്ടെ. കുടുംബങ്ങൾക്ക് വേണ്ടി കരയുക. അതെ, തലമുറകൾക്ക് വേണ്ടി ഇനി കരയണം. നമ്മൾ കരയുന്ന ശുശ്രൂഷകരെ ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിനിസ്ട്രി ഓഫ് ടിയേഴ്സ്. കർത്താവിന്റെ ശുശ്രൂഷകരെ കരയുന്നവരാകാൻ ആരാഗ്രഹിക്കുന്നു? ഈശോ കരഞ്ഞില്ലേ? നിങ്ങൾ പ്രവാചകരുടെ ജീവിതത്തിൽ പ്രവാചകർ എത്രയോ, ജെറമ്യ, യേശയ്യ, ഇവരെല്ലാം കരയുകയാണ് ജനത്തിന്റെ അവസ്ഥയോർത്ത്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലോട്ട് വരിക, അവർ കരയുകയാണ് ജനത്തിന്റെ തകർച്ചയോർത്ത്. ദൈവജനം കർത്താവിൻ്റെ ഹൃദയവേദന സ്വന്തമാക്കി സ്വർഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കരയുന്നവരാകാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് ആ വചനം വായിച്ച് ഈ സെഷൻ കർത്താവിനെ സമർപ്പിക്കാം. ഇത് ഈശോയുടെ മനസ്സാണ് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മനസ്സാണ്. ഹല്ലേലൂയ. രാവും പകലും മഹാപ്രവാഹം പോലെ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകട്ടെ. അടുത്തത് പെട്ടെന്ന്, നീ വിശ്രമിക്കരുത്, നീ വിശ്രമിക്കരുത്. കണ്ണുകൾക്ക് വിശ്രമം ഇനി നൽകരുത്. നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. നമ്മൾ ഇനി ഉറങ്ങിക്കഴിയേണ്ടവരല്ല, മയങ്ങിക്കഴിയേണ്ടവരല്ല. നമ്മുടെ ആത്മീയമായ മയക്കമാണ് ശത്രു കളവിതയ്ക്കുവാനുള്ള പ്രധാന കാരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ശത്രു വന്ന് കളവിതച്ചതിൻ്റെ ഒരു കാരണം, കുടുംബത്തെ പരിരക്ഷിക്കുവാൻ കർത്താവ് ഏൽപ്പിച്ചവരെ അവരുറങ്ങിപ്പോയി, മയങ്ങിപ്പോയി. നമ്മുടെ ആത്മീയമായ ഉറക്കം, നമ്മുടെ ആത്മീയമായ മയക്കം ശത്രുവിൻ്റെ പിശാചിൻ്റെ വിജയമാണെന്ന് മറക്കരുത് സഹോദരങ്ങളെ. അവൻ കളവിതച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കർത്താവ്, നിങ്ങൾ വിശ്രമിക്കരുത്, ഇത് ഉണരുവാനുള്ള സമയമാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത്, ഉറങ്ങുന്നവരെ ഉണരുക, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണരുക, 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 ഉണരുക. ഇവിടെ വചനം ഈശോ പറയാണ്, നീ വിശ്രമിക്കരുത്. അടുത്തത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളിൽ ആരംഭത്തിൽ എഴുന്നേറ്റ്, രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. ഉറക്കെ നിലവിളിക്കണം. ഈ രാത്രി പ്രാർത്ഥനയ്ക്കൊക്കെ വലിയ, അതുകൊണ്ട് നമ്മുടെ താപസ പിതാക്കന്മാരും അതുപോലെ തന്നെ ഈ മൊണോസ്ട്രികൾ, ആശ്രമങ്ങൾ, ഇങ്ങനെയുള്ളവിടെയൊക്കെ ഈ രാത്രി യാമ പ്രാർത്ഥനകൾക്കൊക്കെ ഭയങ്കര പവറുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതിനൊരു സമർപ്പണമുണ്ട്, അതിന് പുറകിൽ ഒരു വില കൊടുക്കലുണ്ട്. ചിലപ്പോൾ പുലർച്ചെ 3 മണിക്ക് കർത്താവ് എഴുന്നേൽപ്പിക്കും. കർത്താവ് പറയും, മോളെ ഒരു 10 മിനിറ്റ് എൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വേൾഡ് ഇവാഞ്ചലൈസേഷൻ, ലോക സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി ഇരുന്ന് നീ ഒരു കരുണക്കൊത്ത ചെല്ല്, അല്ലെങ്കിൽ നീ ഒന്ന് പ്രാർത്ഥിക്ക്, ഒരു 10 മിനിറ്റ് നീ മധ്യസ്ഥം വഹിക്ക്, നീ എഴുന്നേൽക്ക് മോനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ എക്സ്ക്യൂസ് മീ ജീസസ് തിരിഞ്ഞു കിടക്കരുത്. നമ്മൾ ഉറക്കത്തിന് ബുദ്ധിമുട്ട് കർത്താവെ നിനക്കറിയില്ല കർത്താവെ. നമ്മൾ ആ ഉറങ്ങുന്ന കർത്താവിന് ആ സമയം കൊടുക്കണം. അവിടെ അഭിഷേകം വരുന്നത്. ഹല്ലേലൂയ. എന്തിനാ സ്പെസിഫിക് ആയിട്ട് ഈശോ പറഞ്ഞത്? രാത്രിയുടെ യാമങ്ങളിൽ കണ്ടു, സമയം കൃത്യം പറഞ്ഞിരിക്കുക. അപ്പൊ ആ സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് വലിയ പവറുണ്ട്. കരം പിടിച്ച് കർത്താവിന് മാത്രം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഷെക്കേന നോസിന്റെ മീഡിയ കോംപ്ലക്സിൽ പരിശുദ്ധ കുർബാന ഞങ്ങൾ അഭിനന്ദി താഴ്ത്ത പിതാവ്, അത് അൽമാര ഞങ്ങളെ വിശ്വസിച്ച് പിതാവ് കുർബാന ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. പിതാവിൻ്റെ സ്നേഹത്തോട് നന്ദി പറയാ. രാത്രിയുടെ യാമങ്ങളിലൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ കുരിശിൻ്റെ വഴി നടത്തി, അതുപോലെ തന്നെ അവിടെ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, വചനം പറഞ്ഞ്, സ്തുതിച്ച്, ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കുക. രാത്രിയുടെ യാമങ്ങളിലും പ്രഭാതത്തിലും നട്ടുച്ചയ്ക്കും സന്ധ്യാസമയത്തും 24 മണിക്കൂറും
ഈ മാധ്യമ ശുശ്രൂഷയെ കർത്താവ് നിലനിർത്തി കരം പിടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഒരുപാട് ഫൈറ്റിംഗ് നമുക്കുണ്ട്. സഭയെ തകർക്കാൻ പരിശ്രമിക്കുന്ന ചില സംഘടിത ശക്തികൾക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതത്ര ഈസിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അതിൻ്റെതായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. പക്ഷേ യുദ്ധവീരനായി മഹത്വത്തോടെ നമ്മുടെ മധ്യേ കർത്താവ് എഴുന്നള്ളി ഇരിക്കുക. പിന്നെ ആർക്കാ നമ്മളെ തൊടാൻ പറ്റുക? അഗ്നി കൊണ്ടുള്ള കോട്ട ചുറ്റി തീമതിൽ കെട്ടി നമ്മുടെ മഹത്വമായി, നമ്മുടെ രാജാതി രാജാവായി കർത്താവ് നമ്മുടെ മധ്യേ നിലയുറപ്പിച്ചിരിക്കുക. ആരാധനയ്ക്ക് വലിയ പവറുണ്ട്, പ്രാർത്ഥനയ്ക്ക് വലിയ പവറുണ്ട്, പരിത്യാഗത്തിന് വലിയ പവറുണ്ട്, ഉപവാസത്തിന് വലിയ പവറുണ്ട്. അത് മറക്കരുത്. ഇത് കാലഹരണപ്പെട്ട ആശയമാണോ? ഇത് കാലഹരണപ്പെട്ടു പോയ ആശയമാണോ? ഇതിലേക്ക് സഭ തിരിച്ചു വരണം. നമ്മൾ തിരിച്ചു വരണ സമയമായി. പലരും പറയുന്നത് എന്തിനാ പ്രാർത്ഥിച്ചു വരുന്ന സമയം? അത് ഒരിക്കലും ദൈവിക ചിന്തയല്ല. പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞാൽ എന്ന് വിചാരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, പ്രാർത്ഥനയുടെ ശക്തി അത്രമാത്രം വലുതാ. ഈശോയുടെ ജീവിതം നോക്ക്, അപ്പോസ്തലന്മാരുടെ ജീവിതം നോക്ക്, അവരെല്ലാം പ്രാർത്ഥിച്ചവരായിരുന്നു. ഈശോ എന്തിന് ഇത്രയും സമയം പ്രാർത്ഥിച്ച്? നമുക്കൊരു മാതൃക കാണിച്ചു തരല്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞ്. മണിക്കൂറോളം കർത്താവ് പ്രാർത്ഥിച്ച്, രാവ് മുതൽ രാത്രി വരെ മിനിസ്ട്രി, രാത്രി മുഴുവൻ പ്രാർത്ഥന, വീണ്ടും ഏർലി മോർണിംഗ് വീണ്ടും പ്രാർത്ഥന, പിന്നെ പ്രഭാതം മുതൽ ശുശ്രൂഷ. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. അഭിഷേകത്തോടെ ഹല്ലേലൂയ. സഹോദരങ്ങളെ, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ഉറക്കെ നിലവിളിക്കുക. രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. സഹോദരൻ, നമ്മളിത് മനസ്സിലാക്കണം. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഒരിക്കലും തകരില്ല. അങ്ങനെയുള്ള സമൂഹങ്ങൾ ഒരിക്കലും തകരില്ല.